സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ധ്യേയം സദാ പരിഭവഘ്നമഭീഷ്ടദോഹം തീർത്ഥാസ്പദം ശിവവിരിഞ്ചിനുതം ശരണ്യം. ഭൃത്യാർത്തിഹം പ്രണതപാലഭവാബ്ദിപോതം വന്ദേ മഹാപുരുഷ തേ ചരണാരവിന്ദം. ജയതി ജഗതി മായാം യസ്യ കായാധവസ്തേ വചനരചനമേകം കേവലം ചാകലയ്യ. ധ്രുവപദമപി യാതോ യത്കൃപാദോ ധ്രുവോയം. സകലകുശലപാത്രം ബ്രഹ്മപുത്രം നതാസ്മി യോന്തപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംനാ. അന്യാം ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. പന്ത്രണ്ടാമത് ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാസത്രത്തിൻ്റെ 6ാം സുദിനമായി ഇന്ന് പവിത്രമായ ധന്യത നിറഞ്ഞ സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന സംപൂജ്യരായ സന്യാസി സന്യാസിനി ശ്രേഷ്ഠർക്കും ശ്രോതൃവൃന്ദത്തിനും പ്രണാമമർപ്പിച്ചുകൊണ്ട് ഭാഗവതത്തിലെ 10ാമത്തെ സ്കന്ധത്തിൻ്റെ ആരംഭത്തിൽ വിവരിക്കുന്ന ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ ബാല്യകാല ചരിതങ്ങൾ കൂടി നമുക്ക് കുറച്ചു നേരം ഒരു തീർത്ഥയാത്ര നടത്താം. ഭാഗവതത്തിലുടനീളം പരാമർശിക്കുന്ന വേദാന്ത തത്വ സിദ്ധാന്തങ്ങളെയും അവയ്ക്ക് പ്രായോഗിക ജീവിതത്തിലുള്ള പ്രസക്തിയെയും കുറിച്ചുള്ള ചർച്ചകളും വിലയിരുത്തലുകളും അവലോകനങ്ങളുമാണ് നമ്മുടെ ഈ സത്രശാലയെ അനന്യമാക്കുന്നത്. മഹാഭാരതത്തിലുടനീളം പടർന്നു പന്തലിച്ച് കിടക്കുന്ന ശ്രീകൃഷ്ണ ചരിതത്തെ കോർത്തിണക്കി മനുഷ്യജീവിതം എങ്ങനെയാണ് രൂപപ്പെട്ട് വളർന്ന് വികാസം പ്രാപിച്ചതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത്, അതേ രീതിയിൽ വളരെ അടുക്കോടും ചിട്ടയോടും കൂടിയാണ് കൃഷ്ണചരിതത്തെ 90 അധ്യായങ്ങളിൽ ദശമസ്കന്ധത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. കൃഷ്ണാവതാരത്തെക്കുറിച്ചും അതിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ചും ആ അവതാരം പൂർണ്ണമായി നൽകുന്ന താത്വിക നിർദ്ദേശങ്ങളെക്കുറിച്ചും ചിന്തകളെക്കുറിച്ചും നാം കഴിഞ്ഞ ദിവസവും ഇന്ന് പ്രഭാതത്തിലും കേൾക്കുകയുണ്ടായി. ആ ചിന്തകൾ നമുക്ക് നൽകുന്ന ആവേശവും അന്തരാത്മാവിനെ അറിയാനുള്ള യാത്രയ്ക്ക് വേണ്ട പ്രചോദനവും നൽകുന്നത് തികച്ചും മുന്നോട്ടുള്ള പ്രയാണത്തിന് ഉചിതം തന്നെയാണ്. ഭാഗവതത്തിലെ ഈ 10ാം സ്കന്ധം ഒട്ടാകെ പരിശോധിക്കുമ്പോൾ 2 ഭാഗങ്ങളായിട്ടാണ് വ്യാസദേവൻ അത് അവതരിപ്പിച്ചിരിക്കുന്നത്. പൂർവാർദ്ധം എന്നൊരു ഭാഗം, ഉത്തരാർദ്ധം എന്നൊരു ഭാഗം. ദശമസ്കന്ധത്തെ താത്വികമായി വിലയിരുത്തുമ്പോൾ ഒരു സാധകന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ആത്മാന്വേഷണ പാതയിൽ സംഭവിക്കുന്ന പലതരത്തിലുള്ള ആന്തരികവും ബാഹ്യവുമായ അനുഭവങ്ങളെ നമുക്ക് നോക്കിക്കാണാൻ സാധിക്കും ഒരു നിരീക്ഷകൻ എന്ന നിലയ്ക്ക്. ശ്രീമദ് ഭാഗവതം നമ്മുടെ ജീവിതത്തെ ആത്മസാക്ഷാത്കാരത്തിന് നയിക്കുന്ന അല്ലെങ്കിൽ പിന്തുണയ്ക്കുന്ന ഏതെല്ലാം സംരംഭങ്ങളുണ്ടോ അതിലെല്ലാം കൃഷ്ണന്റെ പരമമായ സാന്നിധ്യം, കൃഷ്ണജീവിതം നമുക്ക് നൽകുന്ന സന്ദേശം തികച്ചും വ്യക്തമാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തെയും സ്വഭാവത്തെയും സംസ്കാരത്തെയും അല്ലെങ്കിൽ വ്യക്തിത്വത്തെയും നിർണയിക്കുന്നതിൽ പ്രധാനമായി പങ്കുവഹിക്കുന്ന 3 ഘടകങ്ങളുണ്ട്, നമുക്കറിയാം. ഒന്നാമത്തേതാണ് പാരമ്പര്യം, ജന്മസിദ്ധമായത്. രണ്ടാമത് നാം ജനിച്ചു വളരുന്ന പശ്ചാത്തലം. മൂന്നാമത്തേത് നമ്മുടെ പ്രവർത്തന മണ്ഡലം. ഈ 3ഉം ചേർന്നാണ് നമ്മുടെ സ്വഭാവത്തെ അല്ലെങ്കിൽ സംസ്കാരത്തെ നിർണയിക്കുന്നത്. അപ്പം പരമ്പരാഗതമായ ശീലങ്ങളോ സ്വഭാവങ്ങളോ ഗുണങ്ങളോ അത്ര പെട്ടെന്ന് ഉല്ലംഘിക്കാനോ നിർമ്മാർജ്ജനം ചെയ്യാനോ സാധ്യമല്ല എന്നത് ഏറെക്കുറെ നമുക്കെല്ലാവർക്കും അറിയാം. അത് കഴിഞ്ഞ് നാം ഒരു മനുഷ്യനായി രൂപപ്പെടുന്ന പ്രാഥമിക കാലം, മാതാപിതാക്കളും ബന്ധുക്കളും അടങ്ങുന്ന കുടുംബജീവിത പശ്ചാത്തലം,
അവിടെ മുതലാണ് യഥാർത്ഥത്തിൽ ഈ ലോകവുമായുള്ള നമ്മുടെ സമ്പർക്കം നമ്മെ ഒരു വ്യക്തിയായി രൂപപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന വ്യത്യസ്തമായ അനുഭവങ്ങൾ, നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ചിന്തകൾ, അവയെ തുടർന്നുണ്ടാകുന്ന ആശയങ്ങൾ, അത് നമ്മുടെ ജീവിതത്തിലുടനീളം പ്രാവർത്തികമാക്കാൻ പുറപ്പെടുമ്പോഴുണ്ടാകുന്ന പ്രതിസന്ധികൾ, സങ്കീർണതകൾ, പരീക്ഷണങ്ങൾ, ഇതെല്ലാം കൃഷ്ണ ജീവിതത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ നമുക്ക് വ്യക്തമാകും. അപ്പോൾ ഒരു വ്യക്തി ഒരു പൂർണ്ണ മനുഷ്യനായി രൂപം പ്രാപിക്കുമ്പോൾ ബാല്യകാല പശ്ചാത്തലം എങ്ങനെയാണ് അതിന് വേണ്ടത്ര അനുകൂലമായ ശാസ്ത്രോക്തമായ ഒരു അവസരം സൃഷ്ടിക്കുന്നതെന്ന് മനോഹരമായി ഒരു നിരീക്ഷകൻ എന്ന നിലയ്ക്ക് കൃഷ്ണ ജീവിതത്തെ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിനപ്പുറം ശ്രീമദ് ഭാഗവതത്തെ ഒരു അധ്യാത്മഗ്രന്ഥം അല്ലെങ്കിൽ ഒരു ശാസ്ത്രഗ്രന്ഥം എന്ന നിലയ്ക്ക് പരിഗണിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മുടെ വ്യക്തിത്വം പൂർണ്ണത പ്രാപിക്കാൻ വേണ്ടി നിരന്തരമായ പരിശ്രമമോ നിരന്തരമായ യാത്രയോ നടത്തുമ്പോൾ ഉണ്ടാകുന്ന ഒട്ടേറെ സംഘർഷങ്ങൾ അത് വളരെ വ്യക്തമായി കഥാപാത്രങ്ങളിൽ കൂടി ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. ഇന്നലെ നാം കാണുകയുണ്ടായി ശ്രീകൃഷ്ണന്റെ ഏറ്റവും പ്രബലനായ ശത്രുവായിട്ട് കംസനെ. ഒരു തരത്തിൽ ശത്രുവെന്ന് നമ്മൾ വിചാരിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ ആത്മാനുഭവത്തിന്, ഈശ്വരാനുഭവത്തിന്, യാഥാർത്ഥ്യബോധത്തിന് പ്രാതികൂല്യം സൃഷ്ടിക്കുന്ന മുഖ്യഘടകങ്ങളിൽ ഒന്നാണ് രജോ ഗുണം. എല്ലാവർക്കും അറിയുന്ന വസ്തുതയാണ്. ആ രജോ ഗുണത്തിൽ നിന്നുണ്ടാകുന്ന മറ്റ് ഭാവങ്ങളും വികാരങ്ങളും എപ്രകാരമാണ് ഒരു ജീവിതത്തെ നയിക്കുന്നത്, നിയന്ത്രിക്കുന്നത് എന്ന് ചൂണ്ടിക്കാണിക്കുന്ന പല കഥകളും ഉദാഹരണത്തിനായി കൃഷ്ണ ജീവിതത്തിൽ നമുക്ക് കാണാം. അതിലാദ്യത്തേതാണ് പൂതന എന്ന് പറയുന്ന കഥാപാത്രം. ആ പൂതന വാസനകളുടെ സ്വരൂപമായിട്ടാണ് ഭാഗവതത്തിന്റെ അധ്യാത്മഭാഗം വെളിപ്പെടുത്തുന്നത്. അനേക ജന്മങ്ങളിൽ ചെയ്ത കർമ്മങ്ങളുടെ പരിചയം അല്ലെങ്കിൽ ഓർമ്മകൾ, അതാണ് നമ്മെ നിരന്തരമായി വ്യത്യസ്ത പ്രവർത്തന മേഖലകളിലേക്ക് നയിക്കുന്ന ആന്തരിക ശക്തി. അപ്പം അത്തരം വാസനകൾ എത്ര കാലം നമ്മിൽ പ്രബലമായുണ്ടോ അത്രയും കാലം ഈ ദൃശ്യലോകവുമായി നമുക്ക് പലതരത്തിൽ ഇടപാട് നടത്തിക്കൊണ്ടേയിരിക്കേണ്ടി വരും. അത്തരം ഘട്ടങ്ങളിൽ മനസ്സിന്റെ ബലം നഷ്ടപ്പെട്ടു പോകാതെ, ബുദ്ധിക്ക് അല്പം പോലും ആശയത്തെളിച്ചം കുറഞ്ഞു പോകാതെ സുദൃഢമായ രീതിയിൽ പരമതത്വ സാക്ഷാത്കാരത്തിന് നാം എല്ലാവരും ശ്രമിക്കണമെന്നുള്ളൊരു ആഹ്വാനവും നിർബന്ധവും ശ്രീമദ് ഭാഗവതം നമുക്ക് നൽകുന്നുണ്ട്. ഭാഗവതത്തിന്റെ 1-ാമത്തെ സ്കന്ധം തികച്ചും അധ്യാത്മാന്വേഷണത്തിൽ കൂടി ആത്മതലത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു നിർദ്ദേശം പരീക്ഷത്തിന്റെയും ശമീക മഹർഷിയുടെയും ശൃംഗിയുടെയും സംയോഗത്തിൽ കൂടി അവതരിപ്പിക്കുന്നുണ്ട്. 2-ാമത്തെ പ്രബലമായ അല്ലെങ്കിൽ അതിശക്തമായ ഒരു പ്രതിസന്ധിയാണ് ദേഹാഭിമാനം. സാധാരണയായി വളരെ ആഴത്തിൽ പതിഞ്ഞു കിടക്കുന്ന അല്ലെങ്കിൽ ബുദ്ധിയുടെ അഗാധതലങ്ങളിൽ ഏറ്റവും ശക്തമായി നിലകൊള്ളുന്ന ദേഹാഭിമാനത്തെ തകർക്കുക അല്ലെങ്കിൽ തുടച്ചു നിർക്കുക എന്നതാണ് വളരെ ശ്രമകരമായ വിഷയം. എത്രയൊക്കെ സാധന ചെയ്യുമ്പോഴും, ശാസ്ത്രഗ്രന്ഥങ്ങൾ ധാരാളം പഠിക്കുമ്പോഴും, പ്രവചനങ്ങളിൽ ഏകാഗ്രതയോടുകൂടി ശ്രദ്ധാലുവായി പങ്കുചേരുമ്പോഴും നമ്മിൽ പ്രബലമായി നിലനിൽക്കുന്ന അഥവാ നിലകൊള്ളുന്ന ഒരു ശക്തിയായ പ്രതിബന്ധം തന്നെയാണ് ദേഹാഭിമാനം. ആ ദേഹാഭിമാനത്തിന്റെ പ്രതീകമായി ജരാസന്ധനെ നമ്മുടെ മുമ്പിൽ ചിത്രീകരിക്കുന്നുണ്ട്. അതുകൂടാതെ പുത്രധാരേഷണകളുടെ പ്രതീകമായി ശിശുപാലനെയും ഭാഗവതം നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടുന്നു. ഈ പ്രബലമായ 3 പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് പരമസത്യം കണ്ടെത്താനും അതിൽ വിലയം പ്രാപിക്കാനും നാം എത്രത്തോളം ശ്രമിക്കണമെന്ന് ഭാഗവതം അതിശക്തമായി നമ്മെ നിർബന്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ മനസ്സും ബുദ്ധിയും ദേഹവും അടങ്ങുന്ന വ്യക്തിത്വം എപ്പോഴും ദൃശ്യലോകവുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ പലതരത്തിലുള്ള പ്രയാസങ്ങളും ക്ലേശങ്ങളും പരീക്ഷണങ്ങളും ജീവിതത്തിൽ സർവ്വസാധാരണമാണ്. അതിൻ്റെ മുമ്പിൽ പകച്ചു നിൽക്കാതെ, പരാതി പറഞ്ഞുകൊണ്ട് സ്വയം രക്ഷപ്പെടാൻ ശ്രമിക്കാതെ സധൈര്യം അവയെ അഭിമുഖീകരിക്കാനും തൻ്റെ ലക്ഷ്യത്തിലേക്ക് അതിശക്തമായി പ്രയാണം നടത്താനുമുള്ള ഒരാവേശം അല്ലെങ്കിൽ ഉൾബലം ശ്രീമദ് ഭാഗവതം നമുക്ക് തുടരെ നൽകിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ കൃഷ്ണകഥയോ കൃഷ്ണചരിതമോ പഠിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ സ്വതന്ത്രമായി പൂർണ്ണമായി പരിലസിക്കുന്ന ആത്മബോധത്തിലേക്ക് നമ്മെ നയിക്കുന്ന നിർദ്ദേശങ്ങളോ ശാസ്ത്രീയമായ ചൂണ്ടുപലകളോ ആണ് എന്ന് നാം ധരിച്ചാൽ ഭാഗവത പഠനവും ഭാഗവത ശ്രവണവും അന്വർത്ഥമായി തീരും. അപ്പം ആ യാത്രയിൽ സഞ്ചരിക്കുന്ന വേളയിൽ, യാത്രയിൽ കൂടി പോകുന്ന വേളയിൽ നാം എപ്പോഴും ലോകവുമായി പലതരത്തിൽ ഇടപഴകിക്കൊണ്ടേയിരിക്കും. അപ്പം നമ്മെ സ്വയം വിലയിരുത്താനും നാം എത്രത്തോളം അധ്യാത്മമായി ഔന്നത്യം പ്രാപിച്ചു എന്ന് പരിശോധിക്കാനും അവിടെ നിന്ന് എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന് തീരുമാനിക്കാനും
പലപ്പോഴും പലർക്കും കഴിയാതെ പോകുന്നു. അപ്പോൾ ഇവിടെ ശ്രീകൃഷ്ണനെ മുന്നിൽ നിർത്തി ഒരു പൂർണ്ണ മനുഷ്യനായി സാധനയുടെ അന്തിമ ഫലമായി താത്വികമായും ദൈഹികമായും കഥാരൂപേണ നമ്മുടെ മുമ്പിൽ ചിത്രീകരിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ യാത്ര എത്രത്തോളം വിജയപ്രദമാക്കാൻ സാധിച്ചു എന്ന് സ്വയം പരിശോധിക്കാനുള്ള അവസരങ്ങൾ അനവധിയുണ്ട്. ഒരു സാധകനെ സംബന്ധിച്ച് തത്വവിചാരം ശരിയായ രീതിയിൽ നമ്മുടെ ഉള്ളിൽ നടക്കണമെങ്കിൽ അതിന് നമ്മുടെ ഉൾത്തലം അതിനായി പാകപ്പെടേണ്ടതുണ്ട്. ചിത്തസ്യ ശുദ്ധയെ കർമ്മ നതു വസ്തു ഉപലബ്ധയെ വസ്തുസിദ്ധിർ വിചാരേണ നഹ കിഞ്ചിത് കർമ്മകോടിഭി. വിവേക ചൂടാമണിയിലെ ഒരു മനോഹരമായ ഉദാത്തമായ ശ്ലോകമാണ് ആചാര്യ ഭഗവത്പാദരുടെ. അപ്പോൾ അനവധി കർമ്മങ്ങൾ നാം നിത്യേന അനുഷ്ഠിക്കുന്നുണ്ട്. അത് പലതും ദൈവികമാണ്, ഗൃഹവുമായി ബന്ധപ്പെട്ടതുണ്ട്, ഔദ്യോഗിക ചുമതലകളുണ്ട്, വ്യക്തിപരമായ നമ്മുടെ പ്രവർത്തന രീതികളുമുണ്ട്. ഇതിലൊക്കെ നിരന്തരം ഏർപ്പെട്ടുകൊണ്ട് യാത്ര ചെയ്യുമ്പോൾ ശ്രീമദ് ഭാഗവതം വിഭാവനം ചെയ്യുന്ന അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കുന്ന ഈ ആത്മീയമായ ഔന്നത്യം നമുക്കെങ്ങനെ നേടാൻ സാധിക്കും? പല സാധകന്മാർക്കുമുള്ള ഒരു പ്രയാസമാണ്. സാധകന്മാരെന്ന് പറയുമ്പോൾ ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടി സഞ്ചരിക്കുന്ന ആരെയും, ഏത് ലക്ഷ്യത്തിന് വേണ്ടി? ഭാഗവതം ചൂണ്ടിക്കാണിക്കുന്ന ആത്മസാക്ഷാത്കാരം എന്ന ലക്ഷ്യത്തിലേക്ക് സഞ്ചരിക്കുന്ന ആരെയും നമുക്ക് സാധകൻ എന്ന് അഭിസംബോധന ചെയ്യേണ്ടി വരും. അപ്പോൾ തീർച്ചയായും ഭാഗവത ഉപാസകരോ ഭഗവത് ഭക്തന്മാരോ സാധനയാണ് ജീവിതത്തിൽ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പം ആ സാധനയുടെ അന്തിമ ഫലം ശരിയായ രീതിയിൽ നമ്മളിൽ ഉണരുന്നുണ്ടോ? അതിന് നാം എത്രത്തോളം ഇനിയും നമ്മുടെ ജീവിതത്തിൽ വേണ്ട സംസ്കരണം വരുത്തേണ്ടതെന്ന് എന്ന് ദശമസ്കന്ധത്തിന്റെ ആരംഭത്തിൽ തന്നെ വളരെ വ്യക്തമാകുന്നുണ്ട്. ഇത് ഒരു സാമൂഹിക കാഴ്ചപ്പാടിൽ, സാമൂഹിക വീക്ഷണത്തിൽ നോക്കുമ്പോൾ നമുക്ക് ചുറ്റുപാടും വലിയൊരു സമൂഹമുണ്ട്. ആ സമൂഹം ഉണ്ടായത് കുടുംബങ്ങളിൽ നിന്നാണ്. ആ കുടുംബങ്ങളോ വ്യക്തികളുടെ കൂട്ടായ്മയാണ്. അപ്പോൾ വ്യക്തിയും കുടുംബവുമായുള്ള ബന്ധം, വ്യക്തിയും സമൂഹവുമായി അതിനെ ഘടിപ്പിക്കുമ്പോൾ, വ്യക്തിയെയും രാഷ്ട്രത്തെയും തമ്മിൽ കൂട്ടിച്ചേർക്കുമ്പോൾ, ആ വ്യക്തിയെ വിശ്വവ്യാപകമായ ഒരു മാനത്തിലേക്ക് നയിക്കുമ്പോൾ എന്തെല്ലാം ഭാവതലങ്ങൾ അവിടെയുണ്ട് എന്ന് ശ്രീകൃഷ്ണന്റെ ചരിത്രത്തിൽ വളരെ വ്യക്തമാകുന്നുണ്ട്. ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അനേകം ആൾക്കാർ ഒന്നിച്ചു ചേർന്ന് താമസിക്കുന്ന ഒരു സ്ഥാനം, പാർപ്പിടം. അത് കഴിഞ്ഞ് അതിൻ്റെ ഒരു വികസിത രൂപമായ സമൂഹം, അതിനപ്പുറം സമൂഹങ്ങൾ കൂടിച്ചേരുന്ന ഒരു രാഷ്ട്രം, ആ രാഷ്ട്രത്തിനപ്പുറം വിശ്വവ്യാപകമായ ഒരു ചിന്താതലം. ഇങ്ങനെ പല തലങ്ങളിൽ കൂടിയാണ് നമുക്ക് കടന്നു പോകേണ്ടത്. അപ്പോൾ വ്യക്തിപരമായി നമ്മെ ഈ ഒരു ഔന്നത്യത്തിലെ നയിക്കുന്നതിന് ആരംഭത്തിൽ നാം ശീലിക്കേണ്ട ഗുണങ്ങളും ശീലങ്ങളും അത് കൃഷ്ണനിൽ വളരെ വ്യക്തമാകുന്നുണ്ട്. ഒരു ആരാധ്യ പുരുഷൻ അല്ലെങ്കിൽ ദൈവിക പരിവേഷമുള്ള ഒരു അദ്ഭുത അവതാരം എന്നതിനപ്പുറത്തേക്ക് മനുഷ്യജീവിതം വളർന്ന് വികാസം പ്രാപിക്കുമ്പോൾ ഏതെല്ലാം ഉത്തമമായ ഗുണശീലങ്ങളുടെ കലവറയായിരിക്കണം, പ്രയോക്താവായിരിക്കണം എന്ന് നാം ശ്രീകൃഷ്ണനിൽ നിന്ന് കണ്ടുപഠിക്കേണ്ടതുണ്ട്. പലപ്പോഴും ശ്രീകൃഷ്ണനെ ഒരു പ്രതിമയിലോ അല്ലെങ്കിൽ ചിത്രത്തിലോ പൂജാമുറിയിലോ മാത്രം സ്ഥാപിച്ചുകൊണ്ട് ആരാധനയോ സ്തുതിഗീതങ്ങളോ കാഴ്ചവസ്തുക്കളോ ആയുള്ള ഒരു സമ്പർക്കത്തിനപ്പുറത്തേക്ക് നമ്മുടെ വ്യക്തിത്വ വികാസത്തിന് കൃഷ്ണസാമീപ്യമോ കൃഷ്ണസമ്പർക്കമോ പലപ്പോഴും ഉപയോഗപ്പെടുത്തുന്നില്ല പല ഭക്തരും എന്നതാണ് നമുക്ക് ബോധ്യമാകുന്ന, പലരുമായി സംസാരിക്കുമ്പോൾ ബോധ്യമാകുന്ന ഒരു വിഷയം. അപ്പോൾ ഇവിടെ യശോദയുടെ ആകട്ടെ, നന്ദഗോപരുടെ ആകട്ടെ, അതുപോലെ പൂതനയുടെ ആകട്ടെ, അതിനപ്പുറം കൃഷ്ണന്റെ സഖാക്കളുടെ ഒക്കെ ആകട്ടെ, പരമാത്മാവുമായി സമ്പർക്കത്തിലേർപ്പെടാനുള്ള വ്യത്യസ്തമായ അവസരങ്ങൾ അത് ഒരു കവിയുടെ ഭാവനയിൽ മനോഹരമായി ചിത്രീകരിക്കുമ്പോൾ അതിനുണ്ടാകുന്ന അഴക്, മിഴിവ്, ഇത് ശ്രീമദ് ഭാഗവതത്തിന്റെ ആരംഭത്തിൽ നമുക്ക് ദർശിക്കാൻ സാധിക്കും. അപ്പോൾ ഓരോ വ്യക്തിയും മറ്റു വ്യക്തികളുമായി ഇടപഴകുമ്പോൾ അതിലൊക്കെ ഉണ്ടാകുന്ന സ്വാർത്ഥത അല്ലെങ്കിൽ അതിലുള്ള പോരായ്മ, അതിലുള്ള പരിമിതികളൊക്കെ ഇവിടെ സൂക്ഷിച്ച് നിരീക്ഷിക്കുമ്പോൾ ബോധ്യമാകുന്നതാണ്. ഒരമ്മയ്ക്ക് മകനോടുള്ള ബന്ധം, സഹോദരിക്ക് സഹോദരനോടോ സഹോദരന് സഹോദരിയോടുള്ള ഒരു സ്നേഹബന്ധം, അതിനപ്പുറം സുഹൃത്തുക്കൾ തമ്മിലുള്ള ബന്ധം, ഒരു യജമാനോടുള്ള പ്രതിബദ്ധത, ഒരു ഭരണാധികാരിയോടുള്ള ബഹുമാനം, ആദരം, ഇങ്ങനെ പലതും കൃഷ്ണജീവിതത്തിൽ പല വ്യക്തികളെയും കൂട്ടിച്ചേർത്ത് നമ്മുടെ മുമ്പിൽ ചിത്രീകരിക്കുന്നുണ്ട്. അപ്പം ഭഗവാനുമായി, ഭാഗവതത്തിന്റെ ഭാഷയിലാണ് ഈ ഭഗവാൻ എന്നുള്ള വിശദീകരണം. പരമാത്മാവുമായി നിത്യസമ്പർക്കം നടത്താൻ നമ്മുടെ ജീവിതത്തിലെ ദിനചര്യകളെ എപ്രകാരം ക്രമീകരിക്കണം എന്നതിനെക്കുറിച്ച് പലപ്പോഴും കാര്യമായ ഒരു ആലോചനയോ ഒരു പരിശോധനയോ ഒരു ക്രമീകരണമോ പലപ്പോഴും ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല. മനുഷ്യ മനസ്സിനെ പവിത്രമാക്കാൻ വേണ്ടി നാം ശീലിക്കേണ്ട ഒട്ടനവധി ശീലങ്ങളുണ്ട്, ആശയങ്ങളുണ്ട്, ആദർശങ്ങളുണ്ട്. പല മഹാത്മാക്കളുമായി നമുക്ക് ഇടപഴകാനോ അവരുടെ നിർദ്ദേശങ്ങളനുസരിച്ച് പ്രവർത്തിക്കാനോ അവസരമുണ്ടാകുന്ന വേളയിൽ അത് എത്രത്തോളം നമ്മെ ആത്മീയമായ ഔന്നത്യത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നു, അതിൻ്റെ ആത്മീയമായ വളർച്ചയ്ക്ക് വേണ്ടിയാണെന്നുള്ള അറിവോടുകൂടി പ്രവർത്തിക്കുന്നവർ നന്നേ ചുരുങ്ങും. അതെപ്പോഴും അങ്ങനെയാണ് സംഭവിക്കുക. നമ്മുടെ ആന്തരികമായ ദൗർബല്യങ്ങളെയും ദുർഗുണങ്ങളെയും തിരിച്ചറിയാനും അത് നീക്കം ചെയ്യാനുമുള്ള അവസരങ്ങളായി
നമ്മുടെ കർമ്മമേഖലകളെ കാണാൻ സാധിക്കാത്തിടത്തോളം ഈ സിദ്ധാന്തങ്ങളും ആശയങ്ങളും ചിന്താപദ്ധതികളും മസ്തിഷ്കത്തിലും പുസ്തകത്തിലും മാത്രം ഒതുങ്ങും. മസ്തിഷ്കത്തിലും പുസ്തകത്തിലും മാത്രം ഒതുങ്ങാനായിരുന്നു നമ്മുടെ പൂർവികന്മാർ ഏറ്റവും ശ്രേഷ്ഠമായ ലോകോത്തരമായ അമൂല്യമായ ആശയങ്ങളെ നമുക്ക് സമ്മാനിച്ചിരുന്നതെങ്കിൽ ഈ കാലത്തിൻ്റെ കുത്തൊഴുക്കുകളെ അതിജീവിക്കാൻ അവയ്ക്ക് സാധ്യമാകുമായിരുന്നില്ല. കാലത്തിൻ്റെ എല്ലാ പ്രവാഹങ്ങളെയും ആക്ഷേപങ്ങളെയും ആക്രമണങ്ങളെയും തകർത്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ അതിജീവിച്ചുകൊണ്ട് ഇന്നും സനാതനധർമ്മത്തിൻ്റെ സന്ദേശങ്ങളും ചിന്താപദ്ധതികളും ആശയങ്ങളും അവയുടെ പ്രസക്തമായ പ്രായോഗികമായ മേന്മകളും നിലനിൽക്കുന്നുവെങ്കിൽ അത് പ്രായോഗിക ജീവിതത്തിൽ കൂടി വാർത്ത് ചിട്ടപ്പെടുത്തിയെടുത്തുകൊണ്ട് മാത്രമാണ്. അപ്പോൾ നാം അതിൻ്റെ കണ്ണിയോ പങ്കാളിയോ അല്ലെങ്കിൽ വക്താവോ ആയി തീരുമ്പോൾ ഇവ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം ആന്തരസ്വാധീനം ചെലുത്തുന്നുവെന്ന് നാം ഓരോരുത്തരും പരിശോധിക്കേണ്ടതാണ്. വ്യത്യസ്തമായ മാർഗങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അത് കർമ്മമാകട്ടെ, ജ്ഞാനമാകട്ടെ, ഭക്തിയാകട്ടെ, യോഗസമ്പ്രദായമാകട്ടെ, വിചാരരൂപത്തിലുള്ള സാങ്കേതത്വ മാർഗമാകട്ടെ, ഏതിൽ കൂടി സഞ്ചരിക്കുമ്പോഴും നമുക്ക് വ്യക്തമായ ഒരു ലക്ഷ്യബോധമുണ്ടാകണം. ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാനുള്ള നിരന്തര പരിശ്രമവും നമുക്കുണ്ടാകണം. അപ്പോൾ സാധകന്മാരുടെ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ട ഒട്ടനവധി നന്മകളെ കേൾക്കുകയും പഠിക്കുകയും നിരന്തരം പരിചരിക്കുകയും ചെയ്യാത്തിടത്തോളം കാലം വഞ്ചി എന്നും തിരുനക്കര തന്നെയായിരിക്കും. പലപ്പോഴും അതാ കണ്ടുവരണത്. അപ്പം നമ്മുടെ മനസ്സ് പവിത്രമാക്കാൻ മറ്റുള്ളവരുടെ ഗുണദോഷങ്ങൾ നിരീക്ഷിക്കുകയോ അത് പരസ്പരം പങ്കുവയ്ക്കുകയോ ചെയ്യുന്നതുകൂടി മനസ്സ് കൂടുതൽ ദുഷിക്കുകയുള്ളൂ. അപ്പോൾ അത്തരം നല്ല ശീലങ്ങളും ഗുണങ്ങളും ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനും അത് നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കാനും തലമുറകൾക്ക് പകർന്നു കൊടുക്കാനും സാധിക്കാതെ പോകുന്നത് വളരെ വലിയ ഒരു നഷ്ടമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ മാതാപിതാക്കൾ എന്ന നിലയ്ക്ക്, അധ്യാപകരെന്ന നിലയ്ക്ക്, ഭരണാധികാരികളെന്ന നിലയ്ക്ക് ഈ പരമമായ ധർമ്മത്തെ എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത്, പകർന്നു കൊടുക്കേണ്ടത് എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായ വീക്ഷണം നമ്മുടെ പൂർവികർക്കുണ്ടായിരുന്നു എന്ന് പൗരാണിക സാഹിത്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യമാകുന്നതാണ്. മഹാഭാരതമാകട്ടെ, രാമായണമാകട്ടെ, ഇനി അതിൽ നിന്ന് ഉണ്ടായ മറ്റ് വൈദിക സാഹിത്യ ഗ്രന്ഥങ്ങളാകട്ടെ, അവയിലെല്ലാം ഈ സനാതനധർമ്മത്തെ നിലനിർത്തുകയും കൈമാറുകയും ചെയ്യുന്നതിന് തനതായ മാർഗങ്ങളെക്കുറിച്ച് നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. നമുക്കത് എത്രത്തോളം സ്വാംശീകരിക്കാൻ സാധിക്കുന്നു എന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെയും വിജയം. അതിനെ സാധിക്കാതെ പോകുന്നതിൽ നിരാശപ്പെട്ടിട്ടോ സമൂഹത്തെ കുറ്റപ്പെടുത്തിയിട്ടോ മറ്റു പലരിലും അത് എൻ്റെ ഉത്തരവാദിത്വം ആരോപിച്ചിട്ടോ നമുക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല. പലപ്പോഴും സംഭവിക്കുന്നതാണ്, ജീവിതത്തിൽ പ്രയാസങ്ങളോ ക്ലേശങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റെ കാരണം നാം തനിയെ കണ്ടെത്താൻ ശ്രമിക്കുന്നതിന് പകരം മറ്റു വ്യക്തികളിലോ സാഹചര്യങ്ങളിലോ ഈ ഭൂമി വിട്ട് മറ്റ് ഗ്രഹങ്ങളിലോ സ്ഥാപനങ്ങളിലോ ആരോപിച്ച് സ്വയം ഊളിയിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരു നീക്കമാണ് പലപ്പോഴും കണ്ടുവരുന്നത്. ഒരു പക്ഷേ അത്തരമൊരു നീക്കത്തെ പ്രോത്സാഹിപ്പിക്കുന്ന മറ്റുള്ള ഒരു പശ്ചാത്തലം ഇന്നത്തെ സമൂഹത്തിൽ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അത്തരം അപകടങ്ങളിൽ ചെന്ന് പെടാതിരിക്കുന്നതിനു വേണ്ടി യുക്തി ചിന്തയും ശാസ്ത്രബോധവും നമ്മെ വളരെയധികം സഹായിക്കും. അപ്പോൾ ശാസ്ത്രബോധവും യുക്തിചിന്തയും ഇല്ലാത്ത, യുക്തി എന്ന് പറയുമ്പോൾ എല്ലാത്തിനെയും നിരസിച്ചുകൊണ്ടോ തള്ളിക്കളഞ്ഞുകൊണ്ടോ ഉള്ള ഒരു യാത്ര എന്ന് അർത്ഥമാക്കരുത്. ബൗദ്ധികമായ ഒരു സമീപനം ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിൽ നടത്താൻ സാധിച്ചാൽ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും നമുക്ക് കരകയറാൻ തനിയെ ഒരു മാർഗം തുറന്നു കിട്ടുമെന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അത്തരം ഒരു യാഥാർത്ഥ്യ തലത്തിൽ കൂടി സഞ്ചരിക്കുന്നതിന് പകരം പലപ്പോഴും നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല സാഹചര്യങ്ങളെയും ആരോപിച്ചുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടുള്ള ഒരു നീക്കമാണ് നടത്തുന്നത്. അത് വലിയൊരു അപകടം കൂടിയാണ്. കാലം എത്ര പഴകിയാലും ഈ സ്വഭാവമോ ഈ രീതിയോ നാം നീക്കം ചെയ്യാൻ സന്നദ്ധരല്ല എങ്കിൽ അതിൽ നിന്ന് കാര്യമായ ഒരു പുരോഗതിയും പ്രയോജനവും നമുക്കുണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ വർഷം കഴിയുന്തോറും, കാലം കഴിയുന്തോറും ആന്തരികമായ ഒരു വളർച്ചയും വികാസവും നമുക്ക് കൈവരിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നാം ഓരോരുത്തരും ഓർമ്മിക്കേണ്ട ഒരു പ്രധാന വിഷയം, നാം സഞ്ചരിക്കുന്ന പാത നമുക്ക് യോഗ്യമല്ല. നാം ഇപ്പോൾ യാത്ര ചെയ്യുന്ന മാർഗം നമ്മുടെ അധ്യാത്മമായ വളർച്ചയ്ക്ക് അനുഗുണമല്ല എന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ പുതിയതൊന്ന് കണ്ടെത്താനോ വഴിമാറി സഞ്ചരിക്കാനോ നാം തയ്യാറാകാത്തിടത്തോളം കാലം പഴയകാല സംഭവങ്ങളെക്കുറിച്ചോർത്ത് അഭിമാനിക്കാനും അതിൽ അഭിരമിക്കാനുമായി മാത്രമായിരിക്കും നമുക്ക് സമയമുണ്ടാകുക. പലപ്പോഴും ഞങ്ങൾ സപ്താഹയജ്ഞങ്ങൾക്കൊക്കെ പോകുന്ന സമയത്ത് പല മാതാപിതാക്കളും രക്ഷാകർത്താക്കളും എന്ന് പറയുന്ന ഒരു പൊതു ഭാഷ്യമുണ്ട്. ഭാഗവതത്തെക്കുറിച്ചും അതിൻ്റെ ആന്തരിക തത്വങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നത് കേൾക്കുമ്പോഴുണ്ടാകുന്ന ആവേശം, നേരത്തെ ഇത് തോന്നണമായിരുന്നു, തോന്നിയാൽ നന്നായിരുന്നു എന്ന് തോന്നുന്ന ഒരു പശ്ചാത്താപ ചിന്ത, ഇതൊക്കെ കൊണ്ടുവന്ന് പലരും പറയാറുണ്ട്, സ്വാമിജി ഇതൊക്കെ നേരത്തെ അറിഞ്ഞിരുന്നുവെങ്കിൽ വളരെ നന്നായിരുന്നു എന്നാണ്. അപ്പോൾ ഇപ്പോൾ എന്താ അറിഞ്ഞാൽ വല്ല എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടുണ്ടോ? എപ്പോഴാണോ നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധി ഇതിനെ സ്വീകരിക്കാൻ പാകപ്പെടുന്നത് അപ്പോഴറിഞ്ഞിട്ടേ യഥാർത്ഥത്തിൽ പ്രയോജനമുള്ളൂ.
നേരത്തെ അറിഞ്ഞു എന്ന് പറഞ്ഞ് ഈ മുൻ സൂചിപ്പിച്ചതുപോലെ രക്ഷപ്പെടാനുള്ള ഒരു തത്രപ്പാടാണ് അതിലൊക്കെ തെളിഞ്ഞു കാണുന്നത്. അപ്പൊ നേരത്തെ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്തായിരുന്നു പ്രയോജനം? അത് ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് വളരെ കഷ്ടപ്പെട്ട് പഠിച്ചു, അത് കഴിഞ്ഞ് കല്യാണം കഴിച്ചു, കുട്ടികളൊക്കെ ഉണ്ടായി, അവരെ വളർത്താനും അവർക്ക് ജോലി നേടിക്കൊടുക്കാനും വിവാഹം കഴിപ്പിച്ചേക്കാനും ഒക്കെ നന്നേ പരിശ്രമിച്ചു. അത് വളരെ കഷ്ടപ്പെട്ടായിരുന്നു ജീവിതം. എന്നിട്ട് ഇപ്പോഴോ അവരെയൊക്കെ പഠിപ്പിച്ചു, നല്ല നിലയ്ക്കാക്കി, സ്വന്തമായി ജോലി വാങ്ങിക്കൊടുത്തു, വിവാഹം കഴിപ്പിച്ചയച്ചു, എല്ലാവർക്കും താമസിക്കാനുള്ള പരിതസ്ഥിതികൾ അഥവാ ചുറ്റുപാടുകളൊക്കെ ഒരുക്കി കൊടുത്തു. എന്നിട്ടും അവരെയൊക്കെ മക്കളെയൊക്കെ ഞങ്ങൾ നല്ല വഴിക്കാക്കി എന്നാണ് പൊതുവേ പറയുക. എന്നിട്ട് അവരോട് ചോദിച്ചു, നിങ്ങളുടെ സ്ഥിതി എന്താ എന്ന് ചോദിച്ചാൽ അവർ പറയുന്ന മറുപടി നിങ്ങൾക്കൊക്കെ അറിയാം. എന്താ പറയണ മറുപടി എന്താ? ഞങ്ങളൊക്കെ മക്കളെ ഒരു വഴിക്കാക്കി, അപ്പം മക്കളെല്ലാം കൂടി ചേർന്ന് ഞങ്ങളെ ഒരു വഴിക്കാക്കി. ഇതാണ് പൊതുവെയുള്ളൊരു പരാതി. അപ്പൊ എല്ലാവരും പുറന്തള്ളുമ്പോൾ, നിരാശ ജീവിതത്തിൽ വന്ന് കയറുമ്പോൾ കണ്ടെത്താനോ യാത്ര ചെയ്യാനുള്ളൊരു മാർഗമായി പലപ്പോഴും നാം ആധ്യാത്മികതയെ കാണുന്നു. അപ്പൊ അവിടെ അങ്ങനെയല്ല. ജീവിതയാത്ര ആരംഭിക്കുന്ന കാലത്ത് തന്നെ, തിരിച്ചറിവുണ്ടാകുന്ന കാലത്ത് തന്നെ ഇവയെക്കുറിച്ച് മനസ്സിലാക്കുകയും അവയിൽ സുശക്തമായ ഒരു തീരുമാനമെടുത്തുകൊണ്ട് സഞ്ചരിക്കുകയും ചെയ്യുന്നവർക്ക് എപ്പോഴും ശാസ്ത്രവും ആചാര്യവൃന്ദവും സഹായവും പിന്തുണയുമായി ഉണ്ടാകും. അല്ലാതെ വരുമ്പോഴും ആശങ്കയും മനക്ലേശവും ഒക്കെ സംഭവിക്കുന്നത്. അപ്പൊ ജീവിതത്തിന്റെ ആരംഭഘട്ടത്തിൽ നല്ല ശീലങ്ങളും നല്ല ഗുണങ്ങളും വാർത്തെടുക്കുന്നതിന് എപ്രകാരമുള്ള ഒരു പരിതസ്ഥിതിയാണ് കുടുംബത്തിൽ, സമൂഹത്തിൽ രൂപപ്പെടുത്തേണ്ടതെന്നതിനെക്കുറിച്ച് വളരെ മനോഹരമായി വേദവ്യാസ മഹർഷി കൃഷ്ണജീവിതത്തിന്റെ ആരംഭത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. നാം കൃഷ്ണൻ വളർന്ന് വികാസം പ്രാപിച്ച് ഏത് പ്രതിസന്ധികളെയും ഏത് വെല്ലുവിളികളെയും അഭിമുഖീകരിക്കാൻ, തന്മയത്വത്തോടുകൂടി അഭിമുഖീകരിക്കാനുള്ള ഒരു വ്യക്തിപ്രഭാവമായി വളർന്ന് മുന്നിൽ നിൽക്കുമ്പോൾ അതിലേക്ക് അദ്ദേഹത്തെ എത്തിച്ച പല അനുബന്ധമായ ഘടകങ്ങളും പരിശോധിക്കുമ്പോൾ ഇവയിലൊക്കെ നമുക്കും യാത്ര ചെയ്യേണ്ടി വരും. കുടുംബജീവിതത്തിൽ നമുക്ക് പോകേണ്ടി വരും, പൊതുപ്രവർത്തന മേഖലകളിൽ നമുക്ക് പങ്കെടുക്കേണ്ടി വരും, വിദ്യാഭ്യാസ മേഖല ഒരാൾക്കും ഒഴിച്ചുകൂടാൻ പറ്റില്ല. അപ്പൊ ഇത്തരത്തിൽ മനുഷ്യജീവിതത്തെ സ്വാധീനിക്കുന്ന പല ഘടകങ്ങളും ശ്രീമദ് ഭാഗവതത്തിൽ കൃഷ്ണജീവിതത്തിൽ കുറെ അതിശയോക്തി ചേർത്ത് അവതരിപ്പിച്ചിരിക്കുന്നു മാത്രം. അപ്പോൾ ഓരോരുത്തരുടെയും ആന്തരിക വ്യക്തിത്വ വികാസം മുഖ്യമായി കണ്ടുകൊണ്ട് ജീവിതത്തിലെ കർമ്മമേഖലകളെയാകട്ടെ, ഔദ്യോഗിക വൃത്തികളെയാകട്ടെ, കുടുംബ പരിപാലനത്തെയാകട്ടെ കാണാൻ കഴിയുന്ന പക്ഷം തീർച്ചയായിട്ടും ഒട്ടും സംശയിക്കേണ്ട അധ്യാത്മ വിജയം നമുക്ക് കൈവരുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷെ അതിന് എത്രത്തോളം നാം ശ്രമിക്കുന്നു എന്നത് ഓരോരുത്തരും സ്വയം തീരുമാനിക്കേണ്ട വസ്തുതയാണ്. അപ്പോൾ അങ്ങനെ ഓരോ വർഷം കഴിയും തോറും നമ്മുടെ ആയുസ്, നമുക്കറിയാം, ഓരോ വർഷം പിന്നിടും തോറും നമ്മുടെ ആയുസ് കൂടുകയല്ല കുറയുകയാണ് ചെയ്യണത്. 60-ാം പിറന്നാൾ ആഘോഷിക്കുന്നു, 70-ാം പിറന്നാൾ ആഘോഷിക്കുന്നു, 84-ാമത്തെ ജയന്തി ആഘോഷിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ആയുസിന്റെ അറുതി അതിനോടടുത്ത് വരിക, ആയുസ് അവസാനിക്കുന്നതിനോടടുത്ത് വരിക. അപ്പം അത്ര ഒരു ജാഗ്രതയും ആ സന്ദർഭത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് വേണ്ട മുൻകരുതലുകളും നാം എടുക്കുന്നില്ല എങ്കിൽ ഈ ശബ്ദസ്പന്ദനങ്ങളൊക്കെ ഇവിടെ മാത്രം അല്ലിടിച്ച് നിൽക്കുകയുള്ളൂ. അപ്പോൾ അതിനെ ഉള്ളിലേക്ക് കടത്തിക്കൊണ്ടുവരാനും അത് നമ്മുടെ ജീവിതത്തിന്റെ സ്ഥായിയായ ഒരു ഭാവമായി മാറ്റാനും നാം ഓരോരുത്തരും വളരെ ശക്തിയായി ശ്രമിക്കേണ്ടതുണ്ട്. അതിന് പ്രതിബന്ധം സൃഷ്ടിക്കുന്ന വലിയ ഒരു ഘടകമാണ് നേരത്തെ പറഞ്ഞ കംസൻ മുതലായ സാഹചര്യങ്ങൾ. കാമ ഏഷ ക്രോധ ഏഷ രജോ ഗുണ സമുദ്ഭവ ഗീതാവാക്യമാണ്. ആഗ്രഹങ്ങളും തജ്ജന്യമായ വികാരങ്ങളും രജോ ഗുണത്തിൽ നിന്ന് ആവിർഭവിക്കുന്നവയാണ്. അപ്പോൾ ആ രജോ ഗുണത്തിന്റെ പ്രവർത്തന രീതിയോ രജോ ഗുണത്തിന്റെ പ്രേരണകളോ സ്വയം നിരീക്ഷിച്ച് ബോധ്യപ്പെടാനും അതിനെ നിയന്ത്രിക്കാനും ശാസ്ത്രം നമുക്ക് ഒട്ടനവധി മാർഗങ്ങൾ അല്ലെങ്കിൽ ഒട്ടനവധി നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഭഗവത്ഗീതയിൽ കൂടി സഞ്ചരിക്കുമ്പോൾ, ഭാഗവതവും ഭഗവത്ഗീതയുമായി അഭേദ്യമുണ്ട് ബന്ധമുള്ളത് നമ്മുടെ ശ്രോതാക്കൾക്കൊക്കെ അറിയാം. നാം കഴിക്കുന്ന ആഹാരം, നമ്മുടെ ദിനചര്യകൾ, പ്രകൃതിയാൽ നമ്മിൽ ഉണ്ടാക്കിയിരിക്കുന്ന സ്വഭാവത്തിന്റെ ഘടനകൾക്ക്, അതായത് ഗുണങ്ങൾക്ക് മുഖ്യമായ കാരണമാകുന്നുണ്ട്. ഭഗവത്ഗീതയിലെ മുഖ്യമായ 3 ശ്ലോകങ്ങൾ പരിശോധിക്കുമ്പോൾ നമ്മിലെ ഗുണങ്ങളെ നിർണ്ണയിക്കുന്നതിൽ അല്ലെങ്കിൽ രൂപപ്പെടുത്തുന്നതിൽ ആഹാരത്തിന് മുഖ്യമായ പങ്കുണ്ട് എന്ന് ഭഗവത്ഗീത നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, ആയു സത്വ ബലാരോഗ്യ സുഖപ്രീതി വിവർധന രസ്യ സ്നിഗ്ധ സ്ഥിര ഹൃദയ ആഹാര സാത്വികപ്രിയ. ആയുസ്സിനെ വർദ്ധിപ്പിക്കുന്നതും ദീർഘായുസ് നൽകുന്നതും ശരീരത്തിന് എപ്പോഴും പൂർണ്ണ ആരോഗ്യം നിലനിർത്തുന്നതും ശുദ്ധവും സ്നിഗ്ധവുമായ ആഹാരം ഉപയോഗിച്ച് ശീലിക്കുന്നതാണ് സത്വഗുണവർദ്ധനവിനുള്ള ഒരു ശീലം. അപ്പം നിത്യമായി ആരോഗ്യത്തെ പ്രസന്നമായി നിലനിർത്തുകയും ദീർഘായുസ് നൽകുന്നതുമായ ശുദ്ധാഹാരം കഴിച്ച് ശീലിക്കുകയും ദിനചര്യകളിൽ നല്ല സങ്കല്പങ്ങളും നല്ല ഭാവനകളും കാത്തുസൂക്ഷിക്കുകയും ചെയ്തു എങ്കിൽ മാത്രമേ ചിത്തത്തിന് പ്രസന്നതയുണ്ടാകൂ. ആ പ്രസന്ന ചിത്തത്തിൽ മാത്രമേ അധ്യാത്മബോധം ഉണരൂ. ആ അധ്യാത്മഗുണം ഉണർന്നാൽ മാത്രം പോരാ, അത് മറഞ്ഞു പോകാതെയോ അല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകാതെയോ കാത്തു സൂക്ഷിക്കാൻ ഈ ആദർശത്തിന് അനുയോജ്യമായ ഒരു ജീവിതക്രമം നാം പാലിക്കേണ്ടതുണ്ട്, പ്രാവർത്തികമാക്കേണ്ടതുണ്ട്.
അല്ലാത്ത പക്ഷം എപ്പോഴും പരാജയവും പ്രശ്നങ്ങളുമായിരിക്കും ഫലം. ഇപ്പൊ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളെയും അഭിമുഖീകരിക്കാൻ വേണ്ട അധ്യാത്മമായ അറിവ്, അധ്യാത്മമായ ബോധം കാത്തുസൂക്ഷിക്കാൻ നാം ചെറുപ്പത്തിലെ വേണ്ടത്ര അധ്യാത്മജ്ഞാനം കൈവരിക്കണമെന്നതാണ് ഭാഗവതം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പൊ അതിന് നൈസർഗികമായ ശീലങ്ങൾ നാം പിന്തുടരേണ്ടതുണ്ട്. പ്രകൃതിയുമായി മനുഷ്യനുള്ള അഭേദ്യമായ ബന്ധത്തെയും പ്രകൃതി വിഭവങ്ങളെ മാന്യമായും മിതമായും ഉപയോഗിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് ശ്രീമദ് ഭാഗവതം കൃഷ്ണചരിതത്തിൽ കൂടി സംസാരിക്കുന്നുണ്ട്. കാളിയമർദ്ദനവും അതുപോലെ ഗോവർദ്ധനോദ്ധാരണവും ഗോവിന്ദാഭിഷേകവും അത്തരമൊരു പ്രകൃതി നിരീക്ഷണത്തിലേക്കും പ്രകൃതി പഠനത്തിലേക്കുമാണ് നമ്മെ നയിക്കുന്നത്. മനുഷ്യനടക്കം ഈ ഭൂമിയിലുള്ള 84 ലക്ഷം ജീവജാലങ്ങൾക്കും തുല്യ പ്രാധാന്യവും തുല്യ അവകാശവും ഉണ്ടായിരിക്കെ അതിൽ നിന്ന് സ്വാർത്ഥതയും കാമനയും മാത്രം മുന്നിൽ നിർത്തിക്കൊണ്ട് പ്രകൃതി വിഭവങ്ങളെയും പ്രാപഞ്ചികാനുഭവങ്ങളെയും പൂർണ്ണമായി ചൂഷണം ചെയ്തുകൊണ്ടുള്ള ഒരു ജീവിതയാത്രയാണ് മനുഷ്യൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം മനുഷ്യൻ പൊതുവായി അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രാപഞ്ചികമായ പ്രയാസങ്ങൾക്കും കാരണം അവനവൻ തന്നെയാണ്. അത്തരത്തിലൊരു അപാകതയോ അപജയമോ സംഭവിക്കാതിരിക്കാൻ പ്രകൃതിയെ എത്രത്തോളം പവിത്രമായി നിലനിർത്തണം, കാത്തുസൂക്ഷിക്കണമെന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായ നിർദ്ദേശങ്ങളും സൂചനകളും ശ്രീമദ് ഭാഗവതം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഇത്തരത്തിൽ നമ്മുടെ വ്യക്തിജീവിതം പൂർണ്ണവും പുഷ്കലവുമാക്കുന്നതിന് വേണ്ടി എന്തൊക്കെയാണോ നാം അറിയേണ്ടത് അതെല്ലാം ഭാഗവതം പകർന്നു തരുന്നുണ്ട്. പക്ഷെ എത്രത്തോളം നാം സ്വാംശീകരിക്കുന്നുണ്ട്, അത് എത്രത്തോളം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നാം ശ്രമിക്കുന്നുണ്ട് എന്നതിൽ നാം ഓരോരുത്തരും വ്യത്യസ്തരാണ്. അപ്പൊ നേരത്തെ പറഞ്ഞു, പാരമ്പര്യവും പ്രാഥമിക പശ്ചാത്തലവും നമ്മിലുണ്ടാക്കിയ സ്വഭാവ വ്യതിയാനങ്ങൾ, സാംസ്കാരികമായ വ്യത്യാസങ്ങൾ, വൈജാത്യങ്ങൾ ഇത് മുന്നോട്ടുള്ള ജീവിതത്തെ എങ്ങനെ പാകപ്പെടുത്തുന്നു എന്നത്. കാരണം നേരത്തെ പറഞ്ഞു, ഈ പൂതനയുടെ കാര്യം പറഞ്ഞപ്പോൾ പൂർവ്വജന്മാർജിതമായ കർമ്മവാസനകളാണ് നമ്മുടെ സ്വഭാവത്തെ നിർണ്ണയിക്കുന്നതിൽ മുഖ്യമായ പങ്കുവഹിക്കുന്നതെങ്കിൽ അത് പാരമ്പര്യവുമായി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ വളരെ ശക്തമായ ഒരു ആന്തരിക പ്രേരണയും സംഘർഷവും നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുന്നുണ്ട്. അതിനെ മറച്ചു വെച്ചുകൊണ്ടോ അതിനെ അന്യഥാവൽക്കരിച്ചുകൊണ്ടോ നമുക്കൊരിക്കലും യാത്ര സാധ്യമല്ല. അങ്ങനെയുള്ള ഒരു യാത്രയിൽ ഭാഗവതം പോലുള്ള അധ്യാത്മഗ്രന്ഥങ്ങൾ നമ്മെ സാന്ത്വനിപ്പിക്കുന്നതിനും ശരിയായ മാർഗം കാട്ടിത്തരുന്നതിനും എത്രത്തോളം പ്രയോജനപ്പെടുന്നു എന്ന് നാം ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട്. ഭാഗവതം ഒരു പാരായണം ഗ്രന്ഥം എന്നതിനപ്പുറത്തേക്ക് പരമഹംസഗാനം എന്ന നിലയ്ക്കാണ് നാം കണക്കാക്കുന്നതും ആദരിക്കുന്നതും. അപ്പൊ ഇവയിൽ ഈ പറഞ്ഞു വന്നതിൽ രജോ ഗുണത്തിന്റെ വർധനവിന് അല്ലെങ്കിൽ രജോ ഗുണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നമ്മുടെ ആഹാരക്രമത്തെക്കുറിച്ച് ഭഗവത്ഗീത ഒരു ശ്ലോകത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. കഡ്വംള ലവണ അത്യുഷ്ണ തീഷ്ണ രൂക്ഷ വിദാഹിന ആഹാര രാജസസ്യേഷ്ട ദുഃഖ ശോക ആമയപ്രദ. അറിയാം, അതിന്റെ അർത്ഥം എല്ലാവർക്കും അറിയാം. അധികം എരിവുള്ളത്, അധികം പുളിയുള്ളത്, ഉപ്പ് അധികമായിട്ടുള്ളത്, ചൂടേറെയുള്ളത്, ഇത്തരം തീഷ്ണതയുള്ള ആഹാര രീതിയാണ് നാം അവലംബിക്കുന്നതെങ്കിൽ ക്രമേണ നമ്മിൽ രജോ ഗുണത്തിന്റെ വർധനവായിരിക്കും ഉണ്ടാകുക. രജോഗുണികളുടെ സ്വഭാവം എപ്പോഴും പ്രവർത്തനനിരതരായിരിക്കും. ഇപ്പോൾ ഭാഗവതത്തിൽ 2 തരം കഥാപാത്രങ്ങളെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. ദശമസ്കന്ധത്തിലാണ് കൂടുതൽ ഇത് കാണാൻ സാധിക്കുക. കൃഷ്ണന്റെ ജീവിതം 2 തലങ്ങളിൽ നമുക്ക് കാണാം. ഒന്ന് ഒരു ഗ്രാമീണ ശൈലി, ഒന്ന് പട്ടണവാസിയായ ഒരു നാഗരികന്റെ രീതി. ഗ്രാമീണതയുള്ള ഒരു പൊതുവെയുള്ളൊരു പോരായ്മ എപ്പോഴും തമോ ഗുണ പ്രധാനികളായിരിക്കും. ആത്മവിസ്മൃതിയായിരിക്കും അവരുടെ ഒരു ശീലം പൊതുവെ. എന്നാൽ നഗരവാസികളുടെ ഒരു മുഖ്യ ശീലം എന്താ? എപ്പോഴും കർമ്മനിരതരായിരിക്കും. അതുകൊണ്ട് തന്നെ അന്തരാത്മാവിനെ കുറിച്ച് ചിന്തിക്കാൻ അവർക്ക് സമയം കിട്ടുന്നില്ല എന്നാണ് ഒരു പൊതുപരാതി. ഗ്രാമീണതയുടെ ഒരു ശൈലി, അവർക്ക് ഇതിനെക്കുറിച്ച് ആലോചിക്കാൻ പോലും കഴിയില്ല. എപ്പോഴും തമോ ഗുണത്തിന്റെ അടിമകളായി വർത്തിക്കുന്ന ഒരു പൊതുശീലമാണ് ഗ്രാമീണതയ്ക്കുള്ളതെങ്കിൽ അധ്യാത്മവീക്ഷണത്തിലാണിത് പറയണത്. പട്ടണവാസികൾ എപ്പോഴും കർമ്മനിരതരായിക്കൊണ്ടേയിരിക്കും. പലതും വെട്ടിപ്പിടിക്കാനും നേടിയെടുക്കാനും നിലനിർത്താനുമുള്ള ഒരു നെട്ടോട്ടത്തിനിടയിൽ ഇത്തരം അന്തരാത്മാന്വേഷണത്തിന് പലപ്പോഴും സാധിക്കുന്നില്ല. അതാണ് നാഗരികരുടെ പൊതുശൈലി. എന്നാൽ ഗ്രാമീണതയിലേക്ക് വരുമ്പോൾ ഇങ്ങനൊരു ആശയത്തെക്കുറിച്ച് പറഞ്ഞാൽ കൂടി അവർക്ക് മനസ്സിലാകില്ല, താല്പര്യമേ ഉണ്ടാകില്ല. അതാണ്. അപ്പോൾ പ്രാകൃതമായ പല ആചാരങ്ങളും അവിടെ ആവിഷ്കരിക്കപ്പെടേണ്ടി വരുന്നു, അവരെ അത്തരത്തിലേക്കൊന്ന് ഉദ്ധരിക്കാൻ. അപ്പൊ നമുക്ക് രണ്ടും ദർശിക്കാൻ സാധിക്കും. അപ്പോൾ കൃഷ്ണൻ ഈ ഗ്രാമീണതയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ കുറച്ചുകൂടി വിദ്യാഭ്യാസപരമായി ജീവിത നിലവാരത്തിൽ ഉയർന്നു ജീവിക്കുന്ന ഒരു സമൂഹവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോഴും 2 വ്യത്യസ്ത നിലപാടും സമീപനവും പുലർത്തുന്നത് കാണാം. അപ്പൊ ഗ്രാമീണതയ്ക്ക് ചേർന്ന ഒരു പ്രവർത്തന ശൈലിയും നഗരവാസികൾക്ക് ചേർന്ന ഒരു സമീപന മികവും കൃഷ്ണന്റെ ജീവിതത്തിൽ വളരെ വ്യക്തമാണ്. ഇതൊക്കെ നമുക്കും ബാധകമാണ്. നാം ജീവിക്കുന്ന പശ്ചാത്തലത്തും പരിതസ്ഥിതിക്കും അനുയോജ്യമായ പെരുമാറ്റ രീതിയോ അല്ലെങ്കിൽ നിലപാടുകളോ സ്വീകരിക്കാൻ നാം പലപ്പോഴും തയ്യാറാകണില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം. അപ്പോഴൊക്കെ നമ്മെ അതിന് വിലങ്ങുവയ്ക്കുന്നത്, പിന്തിരിപ്പിക്കുന്നത് അതിശക്തമായ ദേഹാഭിമാനം. അതൊന്ന് പാരമ്പര്യമായിരിക്കാം, കുലപാരമ്പര്യമായിരിക്കാം, അല്ലെങ്കിൽ നാം ജനിച്ചു വളർന്ന ഈ പരിതസ്ഥിതികളായിരിക്കാം, നമ്മുടെ വിദ്യാഭ്യാസ മികവുകളായിരിക്കാം, തൊഴിൽപരമായുള്ള നേട്ടങ്ങളായിരിക്കാം, നമ്മുടെ തന്നെ പൊള്ളയായ അഹങ്കാരത്തിന്റെ മൂടുപടമുള്ള
മിഥ്യാഭിമാനങ്ങളായിരിക്കാം. ഇതാണ് പലപ്പോഴും നമ്മെ ഈ ആത്മീയ അന്വേഷണത്തിന് അഥവാ പുറപ്പെട്ടാൽ തന്നെ തടുത്തു നിർത്തുന്ന പ്രാതികൂല്യ സ്ഥിതികൾ. അവിടെയൊക്കെ കംസന്റെ ഇടപെടൽ നമുക്ക് വളരെ വ്യക്തമാണ്. കംസൻ മാത്രമല്ല, കംസനിൽ നിന്ന് വരുന്ന പല ദുർവിചാരങ്ങളും ദുർഗുണങ്ങളും ദുശീലങ്ങളും ഒക്കെ ഇത്തരത്തിൽ വളരെ ശക്തമായ ഒരു മതിൽക്കെട്ടായി നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകും. ഒരു പക്ഷേ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഇവയൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ല എന്ന് വിചാരിച്ചു പോകുമ്പോഴും കാളിയനെ പോലെ അതിശക്തമായി നമ്മുടെ ഉള്ളിൽ അടിത്തട്ടിൽ ആ ദുരഭിമാനവും ദുരഹങ്കാരവും ഇങ്ങനെ പത്തി താഴ്ത്തി കിടക്കുന്നു. അനുകൂലമോ പ്രതികൂലമോ ആയ ഒരു പരിതസ്ഥിതി ഉണ്ടാകുന്ന സമയത്ത് അതുണർന്ന് പ്രവർത്തിക്കുന്ന ഒരു ആത്മീയം എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ ആന്തരിക തലങ്ങളെക്കുറിച്ചുള്ള ഒരു വാഗ് രൂപത്തിലുള്ള ആവിഷ്കരണമാണ് ആത്മീയം എന്ന് പറഞ്ഞ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് അഭിമാനമില്ല, അല്ലെങ്കിൽ അഹങ്കാരമില്ല, ഞാൻ എല്ലാ തരത്തിലും മികവുറ്റവനാണെന്നൊക്കെ ധരിച്ച് നടക്കുമ്പോഴും ഒരു പരിഹാസം ഉണ്ടാകുന്ന സമയത്ത്, ആക്ഷേപം ഉണ്ടാകുന്ന സമയത്ത്, ഒരാൾ നമ്മളെ വിമർശിക്കുമ്പോൾ, ഇത്തരം ഘട്ടങ്ങളിൽ നാം അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിലെ കാളിയൻ പത്തി വിടർത്തി നമ്മെ തന്നെ അടിച്ചമർത്തി ഭരിക്കുന്നത് കാണാം. നിരീക്ഷിച്ചാൽ പലപ്പോഴും അത് അറിയണത് വളരെ വൈകിയാണ്. വിവേകം വളരെ വൈകിട്ടാണ് നമ്മിൽ ഉണ്ടാകുന്നത്. വികാരമാണ് ആദ്യം നമ്മെ പ്രവർത്തനത്തിന് പ്രേരിപ്പിക്കുക. ഇത്തരത്തിലുള്ള സ്വഭാവഗതി പലർക്കുമുണ്ട്. അപ്പോൾ അധ്യാത്മസാധകൻ എന്ന നിലയ്ക്ക് ഭാഗവത തീർത്ഥയാത്രയിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ നാം ഓരോരുത്തരും നമ്മെക്കുറിച്ച് സ്വയം വിലയിരുത്തേണ്ടതുണ്ട്. അങ്ങനെയുള്ള വിലയിരുത്തൽ നടത്തി കഴിയുമ്പോൾ നമ്മുടെ വളർച്ച ശ്രീമദ് ഭാഗവതവുമായിട്ടോ ഇത്തരം പൊതു സംരംഭങ്ങളുമായിട്ടോ ബന്ധപ്പെട്ട് നമ്മുടെ ഉൾവളർച്ച എത്രത്തോളം എത്തിപ്പെട്ടിട്ടുണ്ട്, ഇനി ഏത് മേഖലയിലേക്കാണ് പോകേണ്ടത് എന്നതിനെക്കുറിച്ച് വളരെ സുചിന്തിതമായ ഒരു വീക്ഷണം നമ്മിൽ തനിയെ രൂപപ്പെടും. അത്തരത്തിൽ ക്രമാനുഗതമായ ഒരു വളർച്ചയാണ് ഉത്തമം. തരംഗരൂപത്തിലുള്ള ഒരു വളർച്ചയാണ് നമ്മുടെ സാംസ്കാരികമായ ഈ പുരോഗമനം അല്ലെങ്കിൽ പരിഷ്കാരവും ചൂണ്ടിക്കാണിക്കുന്നത്. കുത്തനെയുള്ള വളർച്ചയോ കുത്തനെയുള്ള താഴ്ചയോ അല്ല, ക്രമാനുഗതമായ വളർച്ചയാണ് ഏതൊരു സാധകനും അഭികാമ്യം അല്ലെങ്കിൽ അനുയോജ്യം. അപ്പൊ അങ്ങനെ അല്ല എങ്കിൽ പെട്ടെന്നുള്ളൊരു ആവേശത്തിന്റെയോ നിർബന്ധത്തിന്റെയോ അനുകരണത്തിന്റെയോ പേരിൽ നാം പുറപ്പെടുമ്പോൾ ശക്തമായി നമ്മിൽ നിലകൊള്ളുന്ന കംസനും പൂതനയും നമ്മെ അതിൽ നിന്നൊക്കെ പിന്തിരിപ്പിക്കും. ഒരു പക്ഷേ നമ്മൾ ഒറ്റപ്പെടാൻ സാധ്യതയുണ്ട്. എന്നേക്കുമായി ഈ മേഖലയിൽ നിന്ന് തരം താഴ്ത്തപ്പെടാനോ പുറന്തള്ളപ്പെടാനോ സാധ്യത വളരെയുണ്ട് എന്നാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ആവേശത്തിന്റെയോ നിർബന്ധത്തിന്റെയോ ആകർഷണത്തിന്റെയോ പേരിലാണ് നാം ഈ ഒരു യാത്രയ്ക്ക് പുറപ്പെടുന്നതെങ്കിൽ അത് വളരെയേറെ വിപത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കും, പലരുടെയും ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള നമുക്ക് ചരിത്രം അറിയാം. അപ്പോൾ ഈ അധ്യാത്മജ്ഞാന സമ്പാദനത്തിന് വേണ്ടത്ര പക്വത അല്ലെങ്കിൽ അധികാരിയാകുക എന്നതാണ് ആദ്യം നാം ചെയ്യേണ്ടത്. അതിനിപ്പോൾ എന്താ വഴി? അവരവർ ജീവിക്കുന്ന പശ്ചാത്തലത്തിന് അനുയോജ്യമായ ചുറ്റുപാടുകൾക്കിണങ്ങുന്ന ഒരു ജീവിതക്രമം സ്വീകരിക്കുന്നതാണ് ഉത്തമം. അല്ലാത്ത പക്ഷം നമ്മെ അത് വളർച്ചയിലേക്ക് നയിക്കുന്നു എന്നല്ല, നമ്മെ പിന്തിരിപ്പിക്കുകയാണ്, പിന്നോട്ട് നയിക്കുകയായിരിക്കും യഥാർത്ഥത്തിൽ സംഭവിക്കും. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ശ്രീമദ് ഭാഗവതത്തിൽ കൂടി ലഭിക്കുന്ന അധ്യാത്മ തത്വങ്ങളെ നിരന്തരം ജീവിതത്തിന്റെ ഭാഗമാക്കി തീർക്കാനുള്ള ഒരു നിരന്തര ശ്രമം നമുക്ക് ആവശ്യമാണ്. ഇപ്പൊ കൃഷ്ണനെ ഏതെങ്കിലും ഒരു പ്രതീകമായി അല്ലെങ്കിൽ ഒരു ചിത്രമായി അലൗകികമായ കഴിവുകളുള്ള ഒരു വ്യക്തിയായി കാണുമ്പോൾ അതിന് പരിമിതികളുണ്ട്. ഇവിടെ ഒരു സഖാവായി കാണുമ്പോൾ, മകനായി കാണുമ്പോൾ, ഇനിയല്ല ഭർത്താവായി കാണുമ്പോൾ, മാർഗദർശകനായി കാണുമ്പോൾ അതിനൊക്കെ പല പല പരിമിതികളുണ്ട്. ഇപ്പൊ സഖാവായി കാണുമ്പോൾ, ഇപ്പൊ അർജുനനെയൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ സഖാവായി കാണുമ്പോൾ അതിലെപ്പോഴും ഒരു ബന്ധം അല്ലെങ്കിൽ അതിനൊരു മമതാബന്ധം അവിടെ തുടരുന്നുണ്ട്. സന്താനമായി കാണുമ്പോൾ, മകനായി കാണുമ്പോൾ വാത്സല്യത്തിൽ നിന്നുണ്ടാകുന്ന ഒരു വൈകാരിക ബന്ധം അവിടെയും തടസ്സമായി നിൽക്കുന്നുണ്ട്. യശോദയ്ക്കൊക്കെ സംഭവിച്ചത് അതാണ്. അതായത് കൃഷ്ണനെ ഉരലിൽ കെട്ടിയിടാൻ പോകുന്ന കഥകളൊക്കെ അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇനി ഭർത്താവായി കാണുമ്പോൾ ഒരു വിധേയഭാവം അവിടെ ഉണ്ടാകുന്നുവെങ്കിലും അത് പൂർണ്ണ സമർപ്പണത്തിലേക്ക് നമ്മെ നയിക്കണില്ല. ഇങ്ങനെ പലതരത്തിൽ ഭഗവാനുമായി പരമാത്മാവുമായി ബന്ധം സ്ഥാപിക്കുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ അലങ്കാരങ്ങളോ സ്ഥിതികളോ അതിൽ ഇടപെടാൻ ഇടയായാൽ അത് പൂർണ്ണമായ ഒരു തലത്തിലേക്ക് വളർച്ചയിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കാൻ സഹായിക്കില്ല എന്ന് ഭാഗവതം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പല രീതിയിൽ കൂടി നോക്കുമ്പോൾ, പല വീക്ഷണങ്ങളിൽ കൂടി നമ്മൾ ശ്രീമദ് ഭാഗവതത്തെയും ശ്രീകൃഷ്ണ പരമാത്മാവിനെ നിരീക്ഷിക്കുമ്പോൾ ഈ അധ്യാത്മ വളർച്ച എന്ന് പറയുമ്പോൾ പുറം വിഭവങ്ങളുടെ വർധനവോ അലങ്കാരങ്ങൾ അല്ലെങ്കിൽ മോടി പിടിപ്പിക്കൽ പെരുക്കലോ അല്ല. ശരിക്കുമുള്ള ഒരു അധ്യാത്മ അന്വേഷണം അവനവന്റെ ഉള്ളിൽ നടക്കുന്ന സമയത്ത് സ്വയം തിരിച്ചറിയാൻ സാധിക്കും. അപ്പൊ നമുക്കൊക്കെ വളരെ വ്യക്തമായി നമ്മൾ ആരാണെന്ന് വളരെ വ്യക്തമായിട്ട് അറിയാം. എല്ലാവർക്കും ഞാൻ ആരാണെന്നുള്ള കാര്യം, എൻ്റെ പരിമിതി എന്താണ്, എൻ്റെ പരാധീനത എന്താണ്, എനിക്ക് എത്രത്തോളം അറിവുണ്ട്, എൻ്റെ ദൗർബല്യങ്ങൾ എന്താണ്, എൻ്റെ ദുർഗുണങ്ങൾ എന്താണെന്ന് എല്ലാവർക്കും വളരെ വ്യക്തമായി അറിയാം. പക്ഷേ ലോകത്തിന്റെ മുമ്പിൽ, നാം ഇടപഴകുന്ന ലോകത്തിന്റെ മുമ്പിൽ ഇത്തരം നമ്മുടെ യഥാർത്ഥ വ്യക്തിത്വത്തെ മൂടി വെച്ചുകൊണ്ടുള്ള ഒരു പെരുമാറ്റവും പ്രകടനവുമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.
അങ്ങനെ ഒരു ഇരട്ട മുഖം നാം നൽകുകയും അധ്യാത്മമായ വിജയത്തിന് വേണ്ടി നിരന്തരം ശ്രമിക്കുകയും ചെയ്യുമ്പോൾ അത് സാക്ഷാത്കരിക്കാൻ വളരെ നടക്കുക തന്നെയില്ല. അപ്പൊ അവനവനെ സ്വയം തിരിച്ചറിയാനും ആ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ സ്വയം ശുദ്ധീകരണത്തിനും നാം തയ്യാറാകുമ്പോൾ തനിയെ ഈ ആത്മതത്വം നമ്മളുള്ളിൽ തന്നെ സ്ഫുരിക്കും. അങ്ങനെ സ്ഫുരിക്കുക മാത്രമല്ല, അത് വളർന്ന് വികാസം പ്രാപിക്കുകയും അത് നമ്മുടെ സംസ്കാരത്തിന്റെ തന്നെ, ആ സംസ്കാരത്തിന്റെ ഉറവിടമായ വ്യക്തിത്വത്തിൽ തന്നെ അത് ചേർന്ന് നിൽക്കുകയും ചെയ്യും. അതാണ് വാസ്തവത്തിൽ അധ്യാത്മ വിജയം, അധ്യാത്മ നേട്ടം എന്നൊക്കെ പലപ്പോഴും വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ അല്ലെങ്കിൽ വർണ്ണിക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഇത്തരത്തിൽ ഒരു വ്യക്തിത്വ വികാസം, ആത്മപരിശോധന, ആന്തരിക നിരീക്ഷണം നടത്തിക്കൊണ്ട് യാത്ര ചെയ്യുമ്പോൾ എങ്ങനെയാണ് കൃഷ്ണജീവിതം നമുക്ക് ഓരോ മേഖലകളിലും വേണ്ടത്ര സഹായവും പിന്തുണയുമായി വരുന്നത്. ഒരു സ്തുതി, കീർത്തനം, ആലാപനം അല്ലെങ്കിൽ മന്ത്രജപം, പൂജ, സമർപ്പണങ്ങൾ, അനുഷ്ഠാനം എന്നതിലപ്പുറത്തേക്ക് ഏതെങ്കിലും ഒരു ചെറിയ തലത്തിലേക്ക് ഭക്തിയെ ഒതുക്കി നിർത്താതെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ ബാധിക്കുന്ന ഒരു സംസ്കാര ഔന്നത്യമാണ് ഭക്തി എന്ന് നാം ധരിക്കേണ്ടതുണ്ട്. ആരംഭഘട്ടത്തിൽ ഒരു പ്രതീകത്തിലോ അല്ലെങ്കിൽ ഒരു ചിത്രത്തിലോ ഒരു മൂർത്തിയിലോ തുടങ്ങുന്ന നമ്മുടെ ദൈവിക സമ്പർക്കം ക്രമേണ വളർന്ന് ഇന്ദ്രിയതലത്തിനപ്പുറത്തേക്ക് മനസ്തലത്തിലേക്ക് വ്യാപരിക്കുകയും അവിടുന്ന് ഒരു തത്വചിന്താപരമായ അന്വേഷണ രീതിയിലേക്ക് വളരുകയും ചെയ്തില്ല എങ്കിൽ ആരംഭത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ എന്നും തുടക്കത്തിൽ തന്നെയായിരിക്കും. അങ്ങനെ തുടക്കത്തിൽ തന്നെ നിൽക്കാതെ മുന്നോട്ട് പോകാൻ കേവലം ദൈഹികമായ ആരാധനാക്രമങ്ങളോ ആചരണങ്ങളോ മാത്രം പോരാ. അത് ഓരോ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും അതിൽ വേണ്ടത്ര മനസ്സിന്റെയും ബുദ്ധിയുടെയും സ്പർശം നൽകിക്കൊണ്ട് അനുഷ്ഠിക്കാൻ സാധിച്ചാൽ വളരെ പെട്ടെന്ന് നമുക്ക് വിജയിക്കാൻ സാധിക്കും. അത് പലപ്പോഴും ഇല്ലാതെ പോകണു. ഈ പൊതുകാര്യങ്ങളുമായിട്ട് ഇടപെട്ട് പ്രവർത്തിക്കുമ്പോൾ പലരിൽ നിന്ന് കിട്ടുന്ന അഭിപ്രായം, പല സാധകന്മാരുടെയും ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ ഇതൊക്കെ വർണ്ണിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുമ്പോൾ പലപ്പോഴും സത്യസന്ധമായി തന്നെ പറയാമല്ലോ, പലപ്പോഴും അതിശയോക്തിയുടെ ഒരു അതിപ്രസരം പലപ്പോഴും കാണാം. ഏതെങ്കിലും ഒരു ആധ്യാത്മിക ആചാരനുമായി ബന്ധപ്പെടുകയോ ഏതെങ്കിലും ഒരു ഉപാസനാ പദ്ധതിയിൽ ഏർപ്പെടുകയോ ചെയ്യുമ്പോൾ പലപ്പോഴും അവർക്കുണ്ടാകുന്ന ചെറിയ മാനസികമായ ഉണർവുകളെ അധ്യാത്മവൽക്കരിച്ചുകൊണ്ട് അത് വലിയ അനുഭവമാണ്, അനുഭൂതിയാണെന്ന മട്ടിൽ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന വ്യാപകമായ ഒരു ശ്രമം നമ്മുടെ ഭാഗത്തുണ്ട്, നമ്മുടെ ഇടയിലുണ്ട്. അപ്പൊ അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ ധർമ്മം എന്താണെന്ന് അറിയാം. ഒന്നാമത് ധർമ്മം എന്താണെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ആ ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കാൻ താൻ തയ്യാറാണെന്ന് സ്വയം സമ്മതിക്കേണ്ട ഒരു പരിസ്ഥിതിയുണ്ട്. ഇത് രണ്ടുമില്ലാത്ത പക്ഷം നാം പ്രലോഭനത്തിനിരയാകാനോ ചൂഷണത്തിന് വിധേയരാകാനോ അനവധി സാധ്യതകൾ നമ്മുടെ മുമ്പിൽ ഇന്ന് ലോകത്തുണ്ട്. അപ്പൊ അത്തരം ചൂഷണങ്ങളിൽപ്പെട്ട് തകർന്നടിഞ്ഞ് സാമ്പത്തികമായ, ശാരീരികമായ, മാനസികമായ പരാജയങ്ങൾ സംഭവിക്കുമ്പോഴാണ് പലർക്കും ഈ ആധ്യാത്മികത തന്നെ വെറും പൊള്ളത്തരമാണെന്നോ തട്ടിപ്പാണെന്നോ ഒക്കെ പറയാൻ തോന്നുക. അപ്പോൾ നമ്മുടെ പന്ഥാവ് ഏതാണെന്ന് തിരിച്ചറിയാനും ആ പന്ഥാവിൽ കൂടി ശരിയായ ദിശാബോധത്തോടെ സഞ്ചരിക്കാനും നാം തയ്യാറാകുകയോ പ്രാപ്തരാകുകയോ ചെയ്യാത്ത പക്ഷം പരാജയമായിരിക്കും ഫലം. അപ്പം അതുകൊണ്ട് ശ്രീമദ് ഭാഗവതത്തിൽ കൂടി സഞ്ചരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും, പ്രത്യേകിച്ച് ഭാഗവത തത്വസമീക്ഷ സത്ര ശ്രോതാക്കളെ സംബന്ധിച്ച് വളരെ വ്യക്തമായ ഒരു ദിശ നമുക്കുണ്ട്. ആ ദിശയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന മറ്റ് ഉപഘടകങ്ങൾ ഒട്ടേറെയുണ്ട്. അതിൽ ഉത്തരവാദിത്വങ്ങളുണ്ട്, ഗാർഹികമായ ചുമതലകളുണ്ട്, വ്യക്തിപരമായ പോരായ്മകളുണ്ട്, വ്യക്തിപരമായ നിർബന്ധങ്ങളുണ്ട്. ഇങ്ങനെ പലതരത്തിലും ഈ ലോകവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നമുക്ക് ശ്രീമദ് ഭാഗവതത്തിൽ കൂടി ലഭിക്കുന്ന അധ്യാത്മ സന്ദേശങ്ങൾ എത്രത്തോളം പ്രയോജനപ്പെടുത്താനും പ്രാവർത്തികമാക്കാനും സാധിക്കുന്നെന്ന് വളരെ പ്രയാസമുള്ളൊരു വിഷയമാണ്. അപ്പോൾ ആ പ്രയാസമുള്ള വിഷയമാണെന്ന് കരുതി അതിനെ പുറന്തള്ളുകയോ മാറ്റിവെക്കുകയോ ചെയ്യാതെ വളരെ ശക്തമായ ഒരു ആവേശവും ആത്മനിർബന്ധവും നമ്മിൽ രൂപപ്പെടുത്താൻ ശ്രീമദ് ഭാഗവതത്തിലെ ഈ 10ാമത്തെ സ്കന്ധം വളരെ വിലപ്പെട്ട ഉപദേശങ്ങളും വിലപ്പെട്ട മാർഗങ്ങളും സമ്മാനിക്കുന്നുണ്ട്. ഇപ്പൊ കൃഷ്ണൻ എന്ന് പറയുന്നത് ഒരു വ്യക്തി എന്നതിനപ്പുറത്തേക്ക് ഇവിടെ പ്രതിപാദിച്ച പല ആഖ്യാനങ്ങളും ആ ഒരു ചൂണ്ടുപലകയിലേക്കാണ് നമ്മെ നയിക്കുന്നത്. ഒരു മനുഷ്യ വ്യക്തി എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ ഉള്ളിലെ സ്വതന്ത്രവും പൂർണ്ണവും അനുഭവയോഗ്യവുമായ ആത്മസത്തയാണെന്ന് സ്വയം തിരിച്ചറിയാത്തിടത്തോളം പറഞ്ഞു കേട്ടോ വായിച്ചു മനസ്സിലാക്കിയിട്ടോ അല്ല. ഈ രണ്ട് തരത്തിൽ നമ്മൾ ഈ ആശയവുമായി സംബന്ധിക്കുന്ന സമയത്ത് പല സാധകന്മാർക്കും ഉണ്ടാകുന്ന ഒരു പോരായ്മ അല്ലെങ്കിൽ ഒരു പ്രശ്നം, ഒന്നാമത് ശരിയായ തരത്തിൽ ഗ്രഹിക്കാൻ സാധിക്കായിക. അത് വലിയ പ്രയാസമാണ്. വേണ്ടതുപോലെ ഗ്രഹിക്കാൻ സാധിക്കാത്തത്. രണ്ടാമത് അടുത്ത പ്രയാസം അതിനെ ധരിക്കാൻ പറ്റാത്തത്. ഗ്രഹിക്കാനും ധരിക്കാനും പറ്റണില്ല. അത് വലിയൊരു കുഴപ്പമാണ്. ഒരു ആശയം കേട്ടാൽ അത് വേണ്ട മാതിരി സ്വീകരിക്കാനുള്ള ശേഷിയില്ലായ്മയാണ് ശരിയാവണ്ണം ഗ്രഹിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. ഗ്രഹിച്ചാൽ മാത്രം മതിയോ? കേട്ടപ്പോൾ ഒക്കെ ശരിയാണെന്ന് തോന്നി,
അപ്പൊ ആത്മാവിനെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും ഒക്കെ വർണ്ണിക്കുന്നത് കേട്ടപ്പോൾ ആത്മാവും പ്രകൃതിയും തമ്മിലുള്ള അഭേദ്യതയെക്കുറിച്ച് മനസ്സിലായി. ഇനി ഇവിടെ ഒന്നും ചെയ്യാനില്ല, ഒന്നും തന്നെ നടക്കുന്നില്ല എന്ന് കേട്ടപ്പോൾ ശരിയാണെന്ന് തോന്നി. പക്ഷേ അത് ധരിച്ചിട്ടില്ല. അപ്പൊ ഗ്രഹണപാഠവും ധാരണാശേഷിയും വളരെ പ്രബലമാണ്. ആ ഗ്രഹണശേഷിയും ധാരണാബലവും ഇല്ലാത്തവരെ സംബന്ധിച്ച് വളരെ പ്രയാസകരം തന്നെയാണ് ഇതിനെ നിലനിർത്തുക എന്നത്. അപ്പൊ അത്തരക്കാരെ സംബന്ധിച്ച് എന്താ ഒരു ആശ്വാസത്തിനുള്ള വക എന്താ? നിത്യജീവിതത്തിന്റെ ഭാഗമായി ധർമ്മമൂല്യങ്ങളെയും ആശയങ്ങളെയും പരിപാലിക്കാനുള്ള ഒരു അവസരം അല്ലെങ്കിൽ ഒരു മാർഗദർശനമാണ് അവർക്ക് പ്രായോഗികമായിട്ടുള്ളത്. അപ്പം നേരത്തെ പറഞ്ഞു വന്നതുപോലെ വീണ്ടും അത് ആവർത്തിക്കണു. ഓരോരുത്തരുടെയും ജീവിത പശ്ചാത്തലത്തിന് അനുയോജ്യമായ അല്ലെങ്കിൽ അനുഗുണമായ ഒരു പന്ഥാവ്, ഒരു മാർഗം, ആ പന്ഥാവിൽ കൂടി വേണ്ടതുപോലെ സഞ്ചരിക്കാനും മറ്റുള്ളവരെ നമ്മുടെ ജീവിതവുമായി താരതമ്യം ചെയ്യാതിരിക്കാനുമുള്ള ഒരു ശ്രമം, അത് വളരെ വേണ്ടതാണ്. പലപ്പോഴും നമുക്ക് പറ്റിപ്പോകുന്ന ഒരു തകരാറ്, ഒരു പോരായ്മ, നമ്മുടെ ജീവിതത്തെ മറ്റു പലരുമായും നാം താരതമ്യത്തിന് വിഷയമാക്കും. അത് വലിയൊരു തകരാറാണ്. ഒരിക്കലും വേറൊരാളുമായി താരതമ്യം ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. അത് പാടില്ല എന്നാണ് പലപ്പോഴും. അതുപോലെ വേറൊരാളെ അനുകരിക്കാൻ പുറപ്പെടുമ്പോൾ ഒരാശയത്തെയോ ഒരു ആദർശത്തെയോ നമുക്ക് പിന്തുടരാം. പക്ഷെ ഒരു വ്യക്തിയെ അതുപോലെ അനുകരിക്കുക എന്ന് പറഞ്ഞാൽ തികഞ്ഞ അന്ധതയാണ്. നമ്മുടെ സാധക മേഖലയിൽ വർത്തിക്കുന്ന ഒട്ടേറെ പേർക്ക് പറ്റുന്ന ഒരു വലിയ അബദ്ധമാണ്. ഒരു ആചാര്യന്റെ കീഴിൽ ശാസ്ത്രം അഭ്യസിക്കുകയും ആ ശാസ്ത്രത്തിന് യോഗ്യമായ ആചാരങ്ങൾ ശീലിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിക്ക് അപ്പുറത്തേക്ക് സ്വതന്ത്രമായി അധ്യാത്മമണ്ഡലത്തിൽ സഞ്ചരിക്കുന്നവരാണ് ഏറിയ കൂറും. ഒന്നാമത്, ഏതെങ്കിലും ഒരു ഉത്തമനായ ആചാര്യനെ കണ്ടെത്തി വിനയത്തോടും വിധേയത്വത്തോടും കൂടി ജീവിക്കാൻ പലരും തയ്യാറല്ല. എന്താ കാരണം? നേരത്തെ പറഞ്ഞ കംസനും പൂതനയും വളരെ പ്രബലമായി നിൽക്കുന്നു. അപ്പൊ ആ കംസനെയും പൂതനെയും താലോലിക്കുന്ന നമുക്ക് ഒരു വിനയമോ വിവേകമോ വേണ്ടതുപോലെ ഉണരാൻ പ്രയാസമുണ്ട്. അപ്പൊ അത്തരക്കാരെ സംബന്ധിച്ച് പ്രലോഭനങ്ങളാകാം, വാഗ്ദാനങ്ങളാകാം, അല്ലെങ്കിൽ അനുകരണങ്ങളാകാം പ്രധാനമായിട്ടുണ്ടാകുക. അത്തരം അനുകരണങ്ങളിൽ പെട്ടുപോകുമ്പോഴാണ് പലർക്കും പലതരത്തിലുള്ള പ്രയാസം. കാരണം ഒരു വ്യക്തി ആ വ്യക്തിയായി രൂപപ്പെടുന്നതിന് പല കാരണങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ പാരമ്പര്യ ശീലങ്ങളുണ്ടാകാം, പാരമ്പര്യ ഗുണങ്ങളുണ്ടാകാം, ജനിച്ചു വളർന്ന സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരിക്കാം, അവരുടെ പ്രവർത്തന മേഖലകളോ വീക്ഷണങ്ങളോ വൈരുദ്ധ്യം നിറഞ്ഞതായിരിക്കാം. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ അതേപടി അനുകരിക്കാൻ പുറപ്പെടുക വളരെ വളരെ അപകടമാണ്. അത് തെറ്റാണ്. അപ്പൊ അവർ പിന്തുടരുന്ന ആശയങ്ങളോ ആദർശങ്ങളോ ചിന്താപദ്ധതികളോ പിന്തുടരുന്ന അപ്പുറത്തേക്ക് ആ വ്യക്തിയെ അതേപടി അനുകരിക്കുന്നതാണ് പലപ്പോഴും കണ്ടുവരുന്ന ഒരു പ്രവണത. ഫലം എന്താ ഉണ്ടാകണത്? നേരത്തെ പറഞ്ഞതുപോലെ ഒരു തരത്തിലുള്ള വളർച്ചയും ഉണ്ടാകാൻ പോകുന്നില്ല. അത് കൂടുതൽ സമ്മർദ്ദത്തിലേക്ക്, ആന്തരികവും ബാഹ്യവുമായ സമ്മർദ്ദങ്ങളിലേക്ക് നമ്മെ എത്തിക്കുന്നുണ്ട്. അപ്പൊ പൂതന എന്ന് പറഞ്ഞൊരു കഥാപാത്രത്തെ പുരാണത്തിൽ നടത്തി മാറ്റി നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ സമസ്ത മേഖലകളിലും അതിന്റെ സമ്പർക്കവും സ്വാധീനവും കാണാം, നിരീക്ഷിച്ചാൽ കാണാം. പക്ഷേ നമ്മൾ പലപ്പോഴും ഗൗനിക്കുന്നില്ല, അതല്ലെങ്കിൽ ശ്രദ്ധിക്കുന്നില്ല, മനസ്സിലാക്കണില്ല. അപ്പൊ ഇങ്ങനെ ഓരോ സൂക്ഷ്മ തലങ്ങളെയും സ്വയം പരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ നാം എത്രത്തോളം എത്തി എന്ന് സ്വയം ബോധ്യപ്പെടും. അതാ നേരത്തെ പറഞ്ഞ നമുക്ക് ഓരോരുത്തർക്കും നാം ആരാണെന്നുള്ളതിനെ കുറിച്ച് നല്ല അറിവുണ്ട്. എന്നിട്ട് ആ അറിവിനെ മൂടി വെച്ചുകൊണ്ട് പല അലങ്കാരങ്ങളും പലരും നൽകിയ പദവികളും നാം ഇങ്ങനെ അലങ്കാരമായി അണിഞ്ഞുകൊണ്ട് ലോകത്തിന് മുമ്പിൽ അഭിനയിക്കുന്നു എന്ന് മാത്രമാണ് യാഥാർത്ഥ്യം. അപ്പൊ അത്തരം മൂടുപടങ്ങളൊക്കെ അഴിഞ്ഞു മാറാൻ, തനിയെ ഊർന്നു വീഴാൻ കൃഷ്ണനുമായുള്ള നിരന്തര സമ്പർക്കം നമ്മെ എത്രത്തോളം സഹായിക്കുന്നുവെന്ന് രജോ ഗുണത്തിന്റെ, അതായത് കംസിൽ നിന്നുണ്ടായിരിക്കുന്ന എല്ലാ രാക്ഷസീയ പ്രകൃതികളും കൃഷ്ണനിൽ തന്നെ ലയിച്ചപ്പോൾ അത് വ്യക്തമാകുന്നുണ്ട്. കാമ ഏഷ ക്രോധ ഏഷ രജോഗുണ സമുദ്ഭവ എന്ന് പറഞ്ഞത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അപ്പൊ കഡു അമ്ല ലവണാത്യുഷ്ണ തീഷ്ണരൂക്ഷ വിദാഹിന ആഹാര രാജസസ്യേഷ്ട ദുഃഖ ശോക അമയപ്രദ. ദുഃഖവും ശോകവും രോഗവും വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ആഹാര പദാർത്ഥങ്ങളാണ് നമ്മൾ നിത്യവും ഉപയോഗിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഊഹിക്കാം, എപ്പോഴും മനസ്സും ശരീരവും പ്രവർത്തന നിരതമായിരിക്കും. ആ പ്രവർത്തന വിജയത്തിന് വേണ്ടിയിരിക്കുന്ന ആശയങ്ങളോ മാർഗങ്ങളോ മാത്രമായിരിക്കും നമ്മുടെ ബുദ്ധിയിൽ എപ്പോഴും ഉണ്ടാകുക. തമോ ഗുണ പ്രധാനികൾക്ക് തമോ ഗുണവർദ്ധനവിന് കാരണമാകുന്ന ആഹാര രീതി അല്ലെങ്കിൽ ആഹാര സമ്പ്രദായം, യാതയാമം ഗതരസം പൂതി പര്യൂഷിതം ചെയ്ത് ഉച്ഛിഷ്ടം അപിച്ച അമേധ്യം ഭോജനം താമസപ്രിയം. വേവിച്ച് 3 മണിക്കൂർ കഴിഞ്ഞത്, രസം നഷ്ടപ്പെട്ടത്, ദുർഗന്ധം വമിക്കുന്നത്, പഴകിയത് അഥവാ ചീഞ്ഞത്, ഇത്തരം ആഹാര പദാർത്ഥങ്ങളാണ് നിത്യവും ശീലിക്കുന്നതെങ്കിൽ നമ്മിൽ ഉണരുന്നതും പ്രബലമാകുന്നതും തമോ ഗുണമാണ്. തമോ ഗുണത്തിന്റെ പ്രത്യേകത എന്താ? നിദ്ര, ആലസ്യ, പ്രമാദോത്ഥം, തത്താമസമുദാഹൃതം. കുറച്ച് കഴിയുമ്പോൾ കോട്ടുവായിടാൻ തോന്നും, അത് കഴിഞ്ഞാൽ മെല്ലെ കണ്ണടച്ചാൽ കൊള്ളാമെന്ന് തോന്നും, കാലൊന്ന് നീട്ടിവെച്ചാലോ എന്ന് തോന്നും, അത് കഴിഞ്ഞാൽ ഒന്ന് കിടന്നാൽ മതി എന്നായി. ഇത്തരത്തിലുള്ള ആലസ്യവും കാര്യങ്ങൾ വേണ്ട വിധം ഗ്രഹിക്കാൻ നമ്മുടെ ബുദ്ധിക്കുള്ള ബലക്കുറവും തമോ ഗുണത്തിന്റെ സ്വഭാവമാണ്. ഇന്നത്തെ വിദ്യാർത്ഥികളിൽ
നമുക്കറിയാം, സ്കൂൾ വിദ്യാർത്ഥികൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് കോൺസെൻട്രേഷൻ ഇല്ലായ്മ, പഠിത്തത്തിൽ ഏകാഗ്രത ഇല്ലായ്മ. ബാക്കി എല്ലാത്തിലും ഏകാഗ്രതയുണ്ട്, പഠിത്തത്തിൽ മാത്രം ഏകാഗ്രതയില്ല. മറ്റ് സകല പരിപാടികളിലും ശ്രദ്ധയുണ്ട്, ഏകാഗ്രതയുണ്ട്, അതിനുവേണ്ട പ്രയത്നം നടത്താൻ അവർക്ക് സാധിക്കുന്നുണ്ട്. പക്ഷേ പഠനത്തിൽ മാത്രം, അറിവ് ശേഖരിക്കുന്നതിൽ മാത്രം വേണ്ടത്ര കഴിവുണ്ടാകണില്ല. എല്ലായിടും ഉള്ളാവുന്ന ഒരു പ്രശ്നമാണ്. എന്താ കാരണം? ഇത് നിരീക്ഷിച്ചാൽ അറിയാം. കുട്ടികൾ ഇന്ന് ആഹാരം കഴിക്കണത് വേവിച്ച് 3, 4, 5, 6 മണിക്കൂറിന് ശേഷം, ചിലത് വേവിക്കാത്ത തന്നെ പഴകിയത്, ടിൻ ഫുഡ്, ഇതൊക്കെ കഴിക്കുമ്പോൾ അവർക്ക് എങ്ങനെയാണ് അധ്യാപകർ പകർന്നു കൊടുക്കുന്ന അറിവ് അത് റിസീവ് ചെയ്യാൻ, സ്വീകരിക്കാൻ സാധിക്കുക, അത് ഗ്രഹിക്കാനും ധരിക്കാനും സാധിക്കുക. അപ്പോൾ കഴിക്കുന്ന ആഹാരം നമ്മുടെ സ്വാംശീകരണത്തെ, അറിവ് സ്വാംശീകരിക്കുന്നതിനെ, വിഷയങ്ങൾ സ്വാംശീകരിക്കുന്നതിന് വലിയ ഒരു കാരണമാകുന്നുണ്ട്. അത് സുപ്രധാനമായ ഒരു ഘടകമാണ്. പൊതുവേ ഹിന്ദുക്കളെന്ന് അഭിമാനിക്കുകയും ഹൈന്ദവെന്ന് മുദ്ര കുത്തപ്പെടുകയും ചെയ്തവരാണല്ലോ ഭൂരിപക്ഷവും. ഇവിടെ ഇരിക്കുന്നവരിൽ ഭൂരിപക്ഷവും. ഇവിടെ ഇരിക്കുന്നവരിൽ ഏതാണ്ട് സദസ്സിന് മുന്നിലിരിക്കുന്ന സന്യാസ സമൂഹം ഒഴിച്ച് ബാക്കിയുള്ള 95% പേരും ഗൃഹസ്ഥന്മാരാണ്, ഗൃഹത്തിൽ ജീവിക്കുന്നവരാണ്, സംശയിക്കേണ്ട. അപ്പം അങ്ങനെയുള്ള നമ്മുടെ ഗാർഹസ്ഥ ജീവിതം തന്നെ പരിശോധിച്ചു നോക്കൂ. ഇന്ന് നമ്മുടെ ഹൈന്ദവ ഭവനങ്ങളിൽ ആഘോഷ സന്ദർഭങ്ങളോ വിശേഷ ദിവസങ്ങളോ അല്ലെങ്കിൽ സന്തോഷം പങ്കിടേണ്ട മുഹൂർത്തങ്ങളോ ഉണ്ടാകുമ്പോൾ ഒഴിച്ചുകൂടാനാകാത്ത 2 വിഭവങ്ങളുണ്ട്. മിണ്ടില്ല പലരും. ഒരുപക്ഷെ ഈ സത്രശാലയ്ക്ക് യോജിച്ച മറുപടി അല്ലാത്തതുകൊണ്ട് പറയേണ്ടതില്ല. ഇന്ന് പൊതുവെ കണ്ടുവരുന്ന ഒരു പ്രവണത, എന്ന് അഭിമാനിക്കുകയും ഹിന്ദുക്കളെന്ന് മുദ്ര കുത്തപ്പെടുകയും ചെയ്യുന്ന ഒരു വിഭാഗത്തിന്റെ വലിയ ധർമ്മത്തെയും പാരമ്പര്യത്തെയും നമ്മൾ ചുമലേറ്റിയോ ശിരസിലേറ്റോ കൊണ്ടു നടക്കുമ്പോൾ നാം ജീവിക്കുന്ന കുടുംബം എന്ന് പറയുന്ന വ്യവസ്ഥ നിലനിൽക്കുന്ന സ്ഥാപനം, അതാണല്ലോ ഗൃഹം എന്ന് പറയുന്നത്. ആ ഗൃഹത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സന്തോഷ സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പരസ്പരം പങ്കുവയ്ക്കാൻ, കൈമാറാൻ വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കപ്പെടുകയോ ചെയ്യുമ്പോൾ അവിടെ പാകപ്പെടുത്തുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്ന ആഹാരം ഞാൻ പറയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായി അറിയാം. പരിഷ്കാരത്തിന്റെയും സമ്പത്തിന്റെയും പുതുമയുടെയും പേരിലാണ് ഈ ഓട്ടം. അതിൽ സംശയമില്ല. പരിഷ്കാരമാണ്, സമ്പന്നതയാണ്, പിന്നെ പുതുമയാണ് ഇതിലൊക്കെയുള്ള ഒരു വ്യത്യസ്തത. എന്തായിരിക്കും? പച്ചയായി തന്നെ തുറന്നു പറയാം, മദ്യവും മാംസവും ഇല്ലാത്ത ഒരു ആഘോഷങ്ങളും നമ്മുടെ ഹൈന്ദവ ഭവനങ്ങളില്ല. ഒന്ന്. രണ്ടാമത്തേത്, ധാരാളം ക്ഷേത്രങ്ങൾ നമുക്ക് ദേവാലയങ്ങളായിട്ടുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ വർഷം കാസർഗോഡ് മുതൽ ഏതാണ്ട് പാറശാല വരെയുള്ള ക്ഷേത്രങ്ങളുടെ ഒരു കണക്കെടുക്കുകയുണ്ടായി. വിഷയം ഉത്സവവുമായി ബന്ധപ്പെട്ടതാണ്. പ്രതിവർഷം 5 ലക്ഷം രൂപ ഉത്സവത്തിന് ചെലവഴിക്കുന്ന, 10-12 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന് ചെലവഴിക്കുന്ന ക്ഷേത്രങ്ങളുടെ ഒരു കണക്കെടുപ്പ് നടത്തി. പല വിഭാഗങ്ങളായിട്ടാണ്. അവസാനം ആ കണക്കെടുപ്പുകളൊക്കെ പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ഏതാണ്ട് 3000-നും 4000-നും ഇടയ്ക്കുണ്ടായിരുന്നു. ആലോചിച്ച് നോക്കണം. 3000-നും 4000-നും ഇടയ്ക്കുള്ള ക്ഷേത്രങ്ങൾ പ്രതിവർഷം ചുരുങ്ങിയത് 5 ലക്ഷം രൂപ ഉത്സവത്തിന് ചെലവഴിക്കുന്നുണ്ട്. വേണ്ട, നമുക്കൊരു വെറുതെ ഒന്ന് കണക്കെടുക്കാം. ഒരു 2000 എന്ന് തന്നെ കണക്കെടുത്ത് നോക്കും. വെറുതെ 2000 എന്ന് തന്നെ വെച്ചാൽ മതി. അപ്പൊ പ്രതിവർഷം 5 ലക്ഷം രൂപ കുറഞ്ഞത് ഉത്സവത്തിന് ചെലവഴിക്കുന്ന ദേവാലയങ്ങൾ 2000 ഉണ്ടെങ്കിൽ ഒരു വർഷം ഹൈന്ദവ സമൂഹം ഈ ആഘോഷത്തിന്റെയും ഉത്സവത്തിന്റെയും ധൂർത്തിന്റെയും പേരിൽ എത്ര കോടി ചെലവഴിക്കുന്നുണ്ടാകും? ചിന്തിച്ചു നോക്കും. ഒരു വർഷമാണ്. അപ്പൊ ഇങ്ങനെ ധാർമ്മികമായ ഒരു അപജയം സമൂഹത്തിൽ വ്യാപകമായി സംഭവിക്കുമ്പോൾ ഓരോ വ്യക്തികളെയും ധർമ്മത്തിന്റെ മഹത്വം ബോധ്യപ്പെടുത്തുകയും അത് നിത്യജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത് നമ്മുടെ സനാതന ധർമ്മത്തിന്റെ സംരക്ഷണത്തിന് മാത്രമല്ല, വരും തലമുറകളെ നിലനിൽപ്പിനും കൂടി ബാധകമാണെന്നുള്ള അതിശക്തമായ സന്ദേശം, അതിശക്തമായ നിർബന്ധം, ആഹ്വാനം നൽകിക്കൊണ്ടേയിരുന്നേ മതിയാവൂ. പലപ്പോഴും അവിടെയൊക്കെ നമുക്ക് പരാജയം സംഭവിക്കുന്നുണ്ട്. കാര്യങ്ങൾ വ്യക്തമായി, കലർപ്പില്ലാതെ, പക്ഷപാതപരമല്ലാതെ, ഒന്നിനോടും ചേർന്ന് നിൽക്കാതെ, ചായ്വില്ലാതെ തുറന്നു പറയുന്ന രീതി പലപ്പോഴും നാം ആരും ഇഷ്ടപ്പെടുന്നില്ല, ആരും അതിന് തയ്യാറാകണമില്ല. അപ്പൊ ആരെങ്കിലും പ്രീതിപ്പെടുത്താനോ എന്തെങ്കിലും നേട്ടം കൈവരിക്കാനോ ഉള്ളവർക്ക് മാത്രമേ വിട്ടുവീഴ്ചയ്ക്കോ അല്ലെങ്കിൽ ചായ്വിനോ വിധേയരാകേണ്ടി വരുന്നുള്ളൂ. അപ്പൊ കാര്യങ്ങൾ ശരിയാവണ്ണം, ശരിയായ രീതിയിൽ മറ്റുള്ളവർക്ക് ബോധ്യപ്പെടണമെന്നുള്ള ഉൾവിചാരത്തോടുകൂടി ശക്തമായി സംസാരിക്കുകയോ പ്രതിപാദിക്കുകയോ ചെയ്യുന്ന വേദികൾ വളരെ കുറഞ്ഞിരിക്കണം. ഒരു യാഥാർത്ഥ്യമാണത്. അപ്പൊ വരുമ്പോൾ നമ്മുടെ ദൗർബല്യങ്ങൾ താലോലിക്കുന്ന, നമ്മുടെ ദൗർബല്യങ്ങൾ അവതരിപ്പിക്കാൻ വേദിയൊരുക്കുന്ന സ്ഥലത്തേക്ക് മാത്രം പോവുക എന്ന ഒരു പ്രഹസനമായി മാറിയിരിക്കുന്നു പലപ്പോഴും അധ്യാത്മ മണ്ഡലം അല്ലെങ്കിൽ അധ്യാത്മ മേഖല. അതൊരു വലിയ ഒരു പരാജയവും അതിലേറെ ദുഃഖമുളവാക്കുന്ന ഒരു വസ്തുതയുമാണ്. അപ്പൊ അത്തരത്തിൽ ആഹാരക്രമത്തിൽ വേണ്ടത്ര ശാസ്ത്രീയമായ പരിചരണമോ പരിഷ്കരണമോ ഇല്ലെങ്കിൽ ഇത് വളരെ അപകടമായ ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. അപ്പോൾ വളരെ ആലോചിക്കേണ്ടതുണ്ട്. ഇവിടെ ഇരിക്കുന്ന കുട്ടികൾ, മുതിർന്നവർ, രക്ഷിതാക്കൾ കുട്ടികൾക്ക് ആഹാരം പാകപ്പെടുത്തി കൊടുക്കുമ്പോഴും അവരെ പരിചരിച്ചു വളർത്തുമ്പോഴും അവരുടെ മുമ്പിൽ പെരുമാറുമ്പോഴുമൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരു വലിയ ഗൃഹസ്ഥ വൃന്ദത്തോട്, ചിലരൊക്കെ ഞങ്ങളെ
കുടുംബ സദസ്സുകളിലൊക്കെ സംസാരിക്കാൻ പോകുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, പലരും നിങ്ങൾക്കറിയാമായിരിക്കാം ഒരുപക്ഷെ അതിൻ്റെ ഉത്തരം. ഒരു രക്ഷിതാവ് എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ മാതാപിതാക്കൾ എന്ന നിലയ്ക്ക് മക്കൾ നൽകേണ്ട ഏറ്റവും വലിയ അംഗീകാരവും ലോകത്താരും നൽകാത്ത സമ്മാനവും എന്താണ് എന്ന് ചോദിച്ചാൽ എന്താണ് നിങ്ങളുടെ മറുപടി? പിടികിട്ടിയില്ല, ഒന്നുകൂടി പറയാം. രക്ഷിതാക്കൾ എന്ന നിലയ്ക്ക്, അതായത് മാതാപിതാക്കൾ എന്ന നിലയ്ക്ക് കുട്ടികളുണ്ടായി, അവരെ വളർത്തി വലുതാക്കി തിരിച്ചറിവുണ്ടാകുന്ന കാലം വരെ എത്തിച്ചു, വിദ്യാഭ്യാസം നൽകി, തൊഴിൽ നേടാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുത്തു, എല്ലാ തരത്തിലും അവരെ വളർച്ചയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ഇങ്ങനെ രക്ഷിതാക്കൾ അല്ലെങ്കിൽ മാതാപിതാക്കൾ എന്ന നിലയിൽ ചുമതല പൂർത്തിയാകുന്ന വേളയിൽ അല്ലെങ്കിൽ ഉത്തരവാദിത്വം പൂർണ്ണമാകുന്ന അവസരത്തിൽ സന്താനങ്ങളിൽ നിന്ന് ലഭിക്കേണ്ട, പിൻഗാമികളിൽ നിന്ന് ലഭിക്കേണ്ട ഏറ്റവും വലിയ സമ്മാനം അല്ലെങ്കിൽ അംഗീകാരം ലോകത്ത് എങ്ങും ആരും തരാത്തത് എന്താണെന്ന് ചോദിച്ചാൽ എന്ത് മറുപടിയാണ് പറയാനുണ്ടാകുക? സ്നേഹം വേണം, വേണ്ടാന്നും പറയണില്ല, പക്ഷെ അതിനൊക്കെ പരിധിയില്ലേ? ആരോ ഈ ഒരു അടുത്ത കാലത്ത് കേട്ടതാണ്, ഈ മാതാപിതാക്കളെ വാർദ്ധക്യകാലത്ത് വൃദ്ധരായ മാതാപിതാക്കളെ സംരക്ഷിക്കുന്നത് പിടിച്ച കുറിയുണ്ടല്ലോ, ഈ നേരത്തെ പിടിച്ച കുറിക്ക് പണം അടയ്ക്കണത് പോലെയാണെന്ന്, ഒരു പ്രയോജനമില്ലാണെന്ന രീതിയിൽ. നേരത്തെ നമ്മൾ പിടിച്ചു കഴിഞ്ഞ കുറിക്ക് പിന്നെ പണം അടച്ചിട്ടൊരു കാര്യമില്ല. അതുപോലെ എല്ലാ തരത്തിലുള്ള സൗഭാഗ്യങ്ങളും നേട്ടങ്ങളും സ്വായത്തമാക്കിയതിന് ശേഷം അതിനോട് നടത്തുന്ന ഒരു സമീപനവും ഗുണമില്ല എന്ന നിലയ്ക്കുള്ള ഒരു സംഭാഷണം അല്ലെങ്കിൽ രീതിയാണെന്ന് കണ്ടുവരണത്. ഞാൻ അതിലേക്കല്ല നിങ്ങളുടെ ശ്രദ്ധയെ ആകർഷിക്കണത്. യഥാർത്ഥത്തിൽ ചിന്തിച്ചാൽ മാതാപിതാക്കൾ എന്ന നിലയ്ക്ക് ഓരോരുത്തരുടെയും ജീവിതം അന്വർത്ഥമാകുന്നത്, അഥവാ പൂർണ്ണമാകുന്നത്, മനസ്സ് നിറയണത്, ജീവിതത്തിൽ സാഫല്യം പകരുന്നത് സ്വസന്തതികൾ എന്ത് നൽകുമ്പോഴാണ്, എന്ത് പറയുമ്പോഴാണ്? അധ്യാത്മ സംസ്കാരമുള്ള സന്താനങ്ങളായിരിക്കണം, സ്നേഹസമ്പന്നരായ സന്താനങ്ങളായിരിക്കണം, വാർദ്ധക്യകാലത്ത് സംരക്ഷിക്കുന്നവരായിരിക്കണം. ഇതല്ലാതെ മറ്റെന്തെങ്കിലും ആരുടെയെങ്കിലും ഉള്ളിൽ തോന്നുന്നുണ്ടോ? എന്നാൽ എനിക്കതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായൊരു അഭിപ്രായമുണ്ട്. നിങ്ങളത് സ്വീകരിച്ചാലും ഇല്ലെങ്കിലും പറയാം. അച്ഛനമ്മ എന്ന നിലയ്ക്ക്, മാതാപിതാക്കൾ, അതാണല്ലോ വിഷയം, മാതാപിതാക്കൾ എന്ന നിലയ്ക്ക് സന്താനങ്ങളിൽ നിന്ന് ലഭിക്കേണ്ട ഏറ്റവും വലിയ അംഗീകാരം അല്ലെങ്കിൽ ലോകത്താരും നൽകാത്ത സമ്മാനം ഒന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി പറഞ്ഞതൊക്കെ നാശത്തിന് വിധേയമാണ്. ഇതൊക്കെ ഒരു സ്നേഹമുണ്ടെങ്കിലും പരിചരണമുണ്ടെങ്കിലും സാന്ത്വനമുണ്ടെങ്കിലും അതിനൊക്കെ ഒരു പരിധിയുണ്ട്. ആ പരിധിക്ക് അപ്പുറത്തേക്ക് ഒരാളും അത് തുടരാൻ അല്ലെങ്കിൽ അത് നീട്ടിക്കൊണ്ടുപോകാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്താ അതിൽ സംശയം? നാം സ്നേഹം, വാത്സല്യം, ബഹുമാനം, ഇഷ്ടം, പ്രേമം, കാരുണ്യം എന്നൊക്കെ പറയണല്ലോ, അത് കേവലം ആപേക്ഷികമാണ്. അതിന് മാറ്റമുണ്ട്. കാരണം മനുഷ്യന്റെ ബൗദ്ധിക മണ്ഡലത്തിൽ ഉയർന്ന ആശയങ്ങൾക്ക് അനുയോജ്യമായി പ്രവർത്തിക്കുന്ന മനസ്സിന്റെ വൈകാരിക ഭാവങ്ങൾക്ക് അതിൻ്റെതായ പോരായ്മകളും പരിമിതികളുമുണ്ട്. മനുഷ്യന്റെ നിർണയങ്ങളുണ്ടല്ലോ, നിഗമനങ്ങൾ, അതായത് ഇന്നത്തെ ശാസ്ത്രങ്ങൾ, ഇതെല്ലാം മനുഷ്യൻ അവന്റെ ബുദ്ധി കൊണ്ട് നിരീക്ഷിച്ചതും പഠിച്ചതും കണ്ടെത്തിയതുമായ നേട്ടങ്ങളാണ്. അതിനൊക്കെ കാലപരിണാമം മാറ്റമുണ്ട്, എല്ലാറ്റിനും മാറ്റമുണ്ട്. അതുപോലെ മനസ്തലത്തിലുണ്ടാകുന്ന വൈകാരിക ഭാവങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട ബന്ധങ്ങൾക്കും പരിമിതിയുണ്ട്. എന്താ സംശയം അതിന്? എല്ലാവർക്കും ബോധ്യമുള്ള, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും 100% പേർക്കും അത് വളരെ വ്യക്തമായി ബോധ്യമായൊരു യാഥാർത്ഥ്യമാണ്. സംശയിക്കേണ്ട കാര്യത്തിൽ. ഒരു പെൺകുട്ടി ഉണ്ടായി, ആ പെൺകുട്ടിയെ നല്ലതുപോലെ വളർത്തി പരിപാലിച്ചു, വിദ്യാഭ്യാസം നൽകി, വസ്ത്രവും ആഭരണവും വാങ്ങിക്കൊടുത്തു. തങ്ങളുടെ കാലശേഷം സുഭിക്ഷമായിരിക്കണം, സുഖകരമായിരിക്കണം, സംതൃപ്തമായിരിക്കണം ജീവിതമെന്ന് കരുതി കല്യാണാലോചനയ്ക്ക് പുറപ്പെട്ടു, യോഗ്യനായൊരു വരനെ കണ്ടെത്തി വിവാഹാഘോഷമൊക്കെ നടത്തി കൈമാറി. അതാണല്ലോ വിവാഹത്തിന്റെ സന്ദർഭം. ധാരാളം ബന്ധുക്കൾ വന്നു, സുഹൃത്തുക്കൾ വന്നു, നാട്ടുകാരും അയൽക്കാരും ഒക്കെ ഒത്തുകൂടി എല്ലാവർക്കും വിഭവസമൃദ്ധമായ സദ്യ നൽകി സന്തോഷിപ്പിച്ച് യാത്രയാക്കി. അവസാനം പെൺകുട്ടിയുടെ വീട്ടുകാരും അച്ഛനമ്മമാരും മാത്രം അടങ്ങുന്ന ചെറിയൊരു സമൂഹം അവിടെ അവശേഷിക്കും. പിന്നെ ഒരു രംഗമുണ്ടല്ലോ, യാത്രയാക്കൽ സന്ദർഭം. ഇവിടെ ഇരിക്കുന്നതിൽ 95% പേരും ആ സീനിൽ പങ്കെടുത്തിട്ടിരിക്കുന്നവരാണ്, അല്ലെങ്കിൽ അതിനുവേണ്ടി തയ്യാറായിരിക്കുന്നവരാണ്, കാത്തിരിക്കുന്നവരാണ്. അല്ലാണ്ട് 100% എന്ന് പറയാൻ കാരണമുണ്ട്, അത് പിന്നെ പറയാം. ഇത് കഴിഞ്ഞ് അപ്പൊ എത്ര വർഷത്തെ അറ്റാച്ച്മെന്റ് ഉണ്ടാകണം? 20 22 വയസ്സാകുമ്പോഴാണല്ലോ ഇതിനൊക്കെ പുറപ്പെടുക. അപ്പൊ 22 24 വയസ്സാകുമ്പോൾ ഒരു പെൺകുട്ടിയുടെ വിവാഹം കഴിച്ചയച്ചു എന്ന് പറയുമ്പോൾ എത്ര വർഷത്തെ ശക്തമായ വൈകാരിക ബന്ധം, മമത ഉണ്ടാകണം? ആ ബന്ധത്തിന് എത്ര കനമുണ്ടാകണം? 24 വർഷത്തിന്റെ അത്രയും തടുപ്പ്, അത്രയും കനമുണ്ടാകണം. ശരി, വാഹനത്തിലേക്ക് കയറി പോകുന്ന സമയത്ത് വികാരനിർഭരമായ ഒരു രംഗമുണ്ട്. കണ്ടു നിൽക്കുന്നവരെ കൂടി ആ രംഗം കണ്ണീരണിയിക്കും, ടാറ്റ കാണിക്കും, യാത്രയാക്കും. ശരി, പോയി. അപ്പോൾ ഉണ്ടാകുന്ന ആ വിലാപരംഗം
എന്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായതാ? ഇത്രയും വർഷം കൊണ്ടുണ്ടായിരിക്കുന്ന വൈകാരിക ബന്ധത്തിന്റെ മുറിവ് സംഭവിക്കുമ്പോഴുണ്ടാകുന്ന പ്രവാഹമാണ് കണ്ണീരായി നാം അവിടെ കാണുന്നത്, അല്ലാതെ മറ്റൊന്നുമല്ല. ഇത്രയും കാലം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിച്ച് വളർത്തി വലുതാക്കിയ അച്ഛനമ്മമാരെയും ആ സാഹചര്യത്തെയും വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന മനസ്സിന്റെ വേദനയാണ് അവിടെ കണ്ണീർ പ്രവാഹമായി പ്രതിഫലിക്കുന്നത്. എല്ലാവർക്കും അറിവുള്ളതാണ്. ശരി, അത് കഴിഞ്ഞ് 2, 3, 4 നാൾ കഴിഞ്ഞ്, അല്ലെങ്കിൽ ഒരാഴ്ച പിന്നിട്ടിട്ട്, അല്ലെങ്കിൽ 2, 3 ആഴ്ച കഴിഞ്ഞ് പെട്ടെന്നാണ് അച്ഛനമ്മമാർക്ക് ചിക്കൻ ഗുനിയ പിടിപെട്ടത്. കിടക്കിൽ നിന്ന് എഴുന്നേൽക്കാൻ പറ്റില്ല, അടുക്കളയിൽ പോയി ഒരു കട്ടൻ കാപ്പി തിളപ്പിച്ച് കഴിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ആരോ പറഞ്ഞു ഡോക്ടറെ കാണണം. ഡോക്ടറെ ചെന്ന് കണ്ടപ്പോ ഒരാഴ്ച അവിടെ കിടന്ന് ചികിത്സ നേടണം. അപ്പൊ സഹായത്തിന് ആരെങ്കിലും ഇല്ലെങ്കിൽ പറ്റില്ല, രണ്ടുപേരും പരസ്പരം സഹായിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അതിനു മുമ്പ് ഫോൺ എടുത്തു, മകളുടെ നമ്പർ അതിൽ സേവ് ചെയ്തിട്ടുണ്ട്, കോണ്ടാക്ട് ലിസ്റ്റിൽ അതെടുത്തു, ഡയൽ ചെയ്തു, ബെല്ലടി കേട്ടു. അപ്പുറത്ത് ബെല്ലുണ്ടാകുമല്ലോ, ആ സ്ഥലത്ത് ഫോൺ എടുത്തിട്ട് എന്തായിരിക്കും ഈ കാര്യം അവതരിപ്പിക്കുമ്പോൾ എന്തായിരിക്കും ഉണ്ടാകുന്ന മറുപടി? ഊഹിച്ചോളൂ എന്താ ഉണ്ടാകുന്നത്. എന്തോ ആകട്ടെ, എന്താ മറുപടി എന്ന് നിങ്ങൾക്ക് വളരെ വ്യക്തമാണ്. ഈ 22 വർഷം അല്ലെങ്കിൽ 24 വർഷം കൊണ്ടുണ്ടായ കനമേറിയ മമതാബന്ധം മുറിയാൻ, അതിന്റെ ബലം കുറയാൻ എത്ര സമയം വേണ്ടി വന്നു? ചിന്തിച്ചു നോക്കൂ, എത്ര സമയം വേണ്ടി വന്നു ഇതിന് ബലം കുറയാൻ? അതുകൊണ്ടാണ് നേരത്തെ നമ്മൾ പറഞ്ഞു തുടങ്ങിയത് അവിടെ നിന്നാണ്. ഈ ആരോപിക്കുന്ന വൈകാരിക ബന്ധങ്ങളൊക്കെ അല്പകാലത്തേക്ക് മാത്രമേ നിലനിൽക്കൂ. എവിടെയാണോ നാം ആശ്രയം, എവിടെ നിന്നാണ് നമുക്ക് വേണ്ട പരിഗണന, എവിടെയാണോ നാം സുരക്ഷിതത്വം കാണുന്നത്, അവിടേക്കുള്ള മനസ്സിന്റെ ചായ്വിനെയാണ് നാം പൊതുവെ സ്നേഹം എന്ന വാക്കുകൊണ്ട് വിശദീകരിക്കാൻ പുറപ്പെടുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് തിരിച്ചു വരാം. അച്ഛനമ്മമാരെന്ന നിലയ്ക്ക് സന്താനങ്ങളിൽ ലഭിക്കേണ്ട ഏറ്റവും വലിയ അംഗീകാരവും അല്ലെങ്കിൽ ഏറ്റവും വലിയ സമ്മാനവും മറ്റൊന്നുമല്ല, പ്രായപൂർത്തിയായൊരു മകൾ വിദ്യാസമ്പന്നയാകട്ടെ അല്ലാതാകട്ടെ ലോകത്തെക്കുറിച്ചുള്ള തിരിച്ചറിവുണ്ടായ സമയത്ത് നിവർന്നു നിന്ന് നെഞ്ചത്ത് കൈവച്ച് പറയണം. സായിപ്പിന്റെ ഭാഷയിലാണെങ്കിൽ കുറച്ച് നന്നായി, അതാണല്ലോ എല്ലാവർക്കും ഇഷ്ടമുള്ളത്. മൈ റോൾ മോഡൽ ഈസ് മൈ. ഒരു അമ്മയുടെ മുഖത്ത് നോക്കി സധൈര്യം അഭിമാനത്തോടു കൂടി പറയണം, മൈ റോൾ മോഡൽ ഈസ് മൈ. എന്താ പറയേണ്ടത്? മിണ്ടില്ലാരും. മൈ റോൾ മോഡൽ ഈസ് മൈ മദർ. ഒരു ആൺകുട്ടി, പ്രായപൂർത്തിയായ ഒരു ആൺകുട്ടി അച്ഛന്റെ മുഖത്ത് നോക്കി അഭിമാനത്തോടുകൂടി നെഞ്ചിൽ കൈവച്ച് പറയാൻ തയ്യാറാകണം, മൈ റോൾ മോഡൽ ഈസ് മൈ ഫാദർ. എൻ്റെ അച്ഛനാണ് എല്ലാ തരത്തിലും എനിക്ക് അനുകരണീയനായത്. എൻ്റെ സ്വഭാവത്തെയും എൻ്റെ പെരുമാറ്റത്തെയും എൻ്റെ വീക്ഷണത്തെയും എൻ്റെ ജീവിതത്തെയും രൂപപ്പെടുത്തിയതിൽ എൻ്റെ പിതാവിന് മുഖ്യമായ സ്ഥാനമുണ്ട്. അദ്ദേഹത്തെ കണ്ടാണ് ഞാൻ വളർന്നത്. എനിക്ക് നല്ല ശീലങ്ങൾ പഠിപ്പിച്ചതും ശാസിച്ചും ശിക്ഷിച്ചും എന്നെ പരുവപ്പെടുത്തിയതും അഥവാ പാകപ്പെടുത്തിയതും എൻ്റെ പിതാവാണ് എന്നൊരു മകൻ ഒരു അച്ഛൻ്റെ മുമ്പിൽ നിന്ന് അഭിമാനത്തോടുകൂടി പറയുന്നു എങ്കിൽ ലോകത്താരാണ് അതിനപ്പുറമുള്ള ഒരു അംഗീകാരവും ഒരു സമ്മാനവും നമുക്ക് നൽകാനുള്ളത്? രണ്ടാമത്തത്, നേരത്തെ മറുവശം പറഞ്ഞതുപോലെ എൻ്റെ ജീവിതത്തെയും സ്വഭാവത്തെയും ചിന്തകളെയും രൂപപ്പെടുത്തിയതിൽ എൻ്റെ അമ്മയ്ക്ക് വലിയ പങ്കുണ്ട്. എൻ്റെ ശരീരത്തെ രൂപപ്പെടുത്തിയതോടൊപ്പം ആ ശരീരത്തിനുള്ളിൽ വികസിച്ച് വളർച്ച പ്രാപിക്കേണ്ട ഗുണമുള്ള സവിശേഷതകൾ എന്നിലേക്ക് സംക്രമിച്ചത് എൻ്റെ അമ്മയിൽ നിന്നാണ്. ആ അമ്മയെ കണ്ടാണ് ഞാൻ പഠിച്ചത്, ആ അമ്മയെ കണ്ടാണ് ഞാൻ വളർന്നത്, ആ അമ്മയാണ് എന്നെ വളർത്തി ഇത്രത്തോളം എത്തിച്ചത്. അതിനപ്പുറത്തേക്ക് എനിക്ക് ഒരു ഗുരുവോ ഒരു ദൈവമോ ഈ കാര്യത്തിൽ പറയാനില്ല എന്നൊരു മകൾ അഭിമാനത്തോടുകൂടി നിവർന്ന ശിരസോടെ അമ്മയുടെ മുഖത്ത് നോക്കി പറഞ്ഞാൽ അതിനപ്പുറം ഒരു അംഗീകാരം അല്ലെങ്കിൽ ഒരു സമ്മാനം ലോകത്ത് എവിടെ നിന്ന് കിട്ടാനുണ്ട് നമുക്ക്? എന്ത് പറയണു? ഇല്ല, മിണ്ടില്ലാരും. ശരി, ഇതിനൊരു മറുവശം ഞാൻ കൂടി പറയാം. ഇങ്ങനെ ഏതെങ്കിലും മക്കൾ ഇന്ന് പറയാൻ സന്നദ്ധരാണോ? എന്തേ പറയാത്തത്? അപ്പൊ എവിടെയാ അതിന്റെ കുഴപ്പം? ചിന്തിച്ചു നോക്കണം. അവർക്ക് വലിയ സൗഭാഗ്യങ്ങളും പണമടക്കമുള്ള വിഭവങ്ങളും സൗകര്യങ്ങളും ഒരുക്കി വെക്കുന്നതിനോടൊപ്പം അവരെ രൂപപ്പെടുത്തുന്ന അല്ലെങ്കിൽ ആ വ്യക്തിയെ വാർത്തെടുക്കുന്ന സൗശീല്യങ്ങളും സദ്ഗുണങ്ങളും മാതൃകാപരമായ ആശയങ്ങളും ആദർശങ്ങളും അവരിലേക്ക് കൈമാറാത്തത് കൊണ്ടല്ലേ ഇങ്ങനൊരു അപജയം അവരുടെ ജീവിതത്തിൽ സംഭവിച്ചതും നമുക്ക് വലിയൊരു ശാപമായി അവർ മാറിയതും? അപ്പൊ വാത്സല്യവും സ്നേഹവും കരുതലും സംരക്ഷണയും ഒക്കെ നൽകുന്നതോടൊപ്പം ഉത്തമമായ ആദർശങ്ങൾ സ്വജീവിതത്തിൽ പകർത്താത്തിടത്തോളം കാലം എങ്ങനെയാണ് നാം രൂപപ്പെടുത്തിയ നമ്മുടെ ഭാവി, നമ്മുടെ പിൻഗാമികൾ
നാം ആഗ്രഹിക്കുന്നത് പോലെ യോഗ്യന്മാരായി ശ്രേഷ്ഠന്മാരായി തീരുക. അവരെ കൊണ്ട് നമ്മുടെ കുടുംബത്തിന്, സമാജത്തിന്, രാഷ്ട്രത്തിന്, ഈ ലോകത്തിന് ഗുണമുണ്ടാകുക. അപ്പം നമ്മുടെ ചിന്തകളും നമ്മുടെ ആവശ്യങ്ങളും താല്പര്യങ്ങളും നമ്മുടെ സങ്കല്പങ്ങളുമാണ് യഥാർത്ഥത്തിൽ സാക്ഷാത്കരിക്കപ്പെടുന്നത് നമ്മുടെ പിൻതലമുറയിൽ കൂടി. അത് വളരെ അറിയേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ നമ്മുടെ പൂർവിക ചരിത്രം തന്നെ പരിശോധിക്കുമ്പോൾ നമുക്ക് മുൻപിലുണ്ടായിരുന്നവർ ജീവിതത്തിൽ അനുഭവിച്ച കയ്പുകൾ അല്ലെങ്കിൽ പ്രയാസങ്ങൾ, ക്ലേശങ്ങൾ, അതിന് പരിഹാരമാകണമെന്ന് വിചാരിച്ച് അവരെ കണ്ടെത്തിയ മനസ്സിന്റെ മോഹങ്ങൾ, ആ മോഹങ്ങളാണ് പരിപാലിക്കപ്പെട്ടതും ക്രമേണ സന്താനങ്ങളിൽ കൂടി അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടതും. അപ്പൊ അവരിൽ അത്തരമൊരു മാനസികമോ ബൗദ്ധികവുമായ പരിണാമത്തിന് കാരണമായത് മുൻഗാമികളുടെ ചിന്തകളും സങ്കല്പങ്ങളും ആശയങ്ങളുമായിരുന്നുവെങ്കിൽ നമുക്കെങ്ങനെയാണ് പുതിയ തലമുറയെ എല്ലാ തരത്തിലും കുറ്റപ്പെടുത്താനും ആക്ഷേപിക്കാനും സാധിക്കുക? അതാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു വന്നത്. ഓരോരുത്തരെയും വ്യക്തിപരമായി സംസ്കരിക്കാനുള്ള ശീലങ്ങളും ആശയങ്ങളും സിദ്ധാന്തങ്ങളും ഒക്കെ കേൾക്കുന്നതോടൊപ്പം അത് ക്രമേണ പരിശീലിക്കാനും നാം തയ്യാറല്ല എങ്കിൽ ഈ അധ്യാത്മ വളർച്ചയോ അതുകൊണ്ട് നമ്മുടെ ചുറ്റുപാടിനുണ്ടാകുന്ന വികാസമോ സംഭവിക്കാൻ പോകുന്നില്ല. എപ്പോഴും നമ്മൾ നിത്യദാരിദ്ര്യത്തിൽ തന്നെയായിരിക്കും. സമ്പത്ത് കൂട്ടുന്നതിലോ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിലോ മാത്രം ശ്രദ്ധിക്കുന്ന ഒരു സമൂഹമാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഭൗതിക വിഭവങ്ങളുടെ പരിചരണത്തിൽ സഹായത്താൽ സംതൃപ്തരാകാമെന്ന് വിചാരിച്ച് കാലം കഴിയുമ്പോഴാണ് നേരത്തെ പറഞ്ഞ മാതാപിതാക്കളുടെ മറുപടി അല്ലെങ്കിൽ രക്ഷിതാക്കളുടെ മറുപടി കേൾക്കേണ്ടി വരുന്നത്. കുട്ടികളെ ഞാൻ വളർത്തി വലുതാക്കി, അവരെയൊക്കെ ഒരു വഴിക്കാക്കി, ഇപ്പൊ അവരെല്ലാം കൂടി ചേർന്ന് നമ്മളെ ഒരു വഴിക്കാക്കി. അപ്പോഴാണ് ഏത് വഴിക്ക് പോകണമെന്നറിയില്ല. പിന്നൊരു പരക്കം പായലും ഒരു നെട്ടോട്ടവും ആകെപ്പാടി ഒരു തത്രപ്പാടുമാണ്. അതുകൊണ്ട് വാർദ്ധക്യാവസ്ഥയിലെത്തിയിരിക്കുന്നത് പരിഹസിക്കാനോ ആക്ഷേപിക്കാനോ വേണ്ടി പറഞ്ഞതല്ല ഇത്. അങ്ങനെ ആരും ധരിച്ചു പോകരുത്. കുറ്റപ്പെടുത്താൻ വേണ്ടിയോ തരം താഴ്ത്തി കാണിക്കാൻ വേണ്ടിയോ പറഞ്ഞതല്ല ഇത്. ഒരു പച്ചയായ യാഥാർത്ഥ്യം സദസ്സിന് മുമ്പിൽ അവതരിപ്പിച്ചു എന്ന് മാത്രം. പലപ്പോഴും പല സ്ഥലങ്ങളിലും ഈ ഭാഗവതവുമായി ബന്ധപ്പെട്ട് പോകാൻ ഇടയാകുമ്പോൾ ലഭിക്കുന്ന അറിവുകൾ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ പരിവേദനങ്ങൾ, രക്ഷിതാക്കളുടെ ഞെട്ടിപ്പിക്കുന്ന ദുഃഖങ്ങൾ, ഇതെല്ലാം കൂടി കേൾക്കുമ്പോൾ നമ്മൾ സമൂഹത്തിനോട് ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയുന്നില്ല എങ്കിൽ ഈ ഭക്തി അല്ലെങ്കിൽ ആചാരം എന്ന് പറയുന്നത് മസ്തിഷ്കത്തിലും പുസ്തകത്തിലും മാത്രമായി പോകും. അങ്ങനെ മസ്തിഷ്കത്തിലും പുസ്തകത്തിലും മാത്രം പരിപാലിക്കേണ്ട ഒരു ആദർശം, പ്രായോഗികമല്ലാത്ത ഒരു ആദർശം അല്ലെങ്കിൽ ഒരു തത്വചിന്ത നമ്മെ എങ്ങനെയാണ് വളർത്തുന്നത്, നമ്മെ എങ്ങനെയാണ് ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നത്? അപ്പൊ അവിടെ ദശമസ്കന്ധത്തിൽ കൂടി കടന്നു പോകുമ്പോൾ യശോദയുടെ ആകട്ടെ, സഹപ്രവർത്തകർ, കൃഷ്ണന്റെ സഖാക്കളുടെ ആകട്ടെ, അർജുനന്റെ ആകട്ടെ, ഗോപികമാരുടെ ആകട്ടെ, കംസന്റെ ആകട്ടെ, ഇനി കംസനിൽ നിന്നുണ്ടായ പൂതന മുതലായവരുടെ ഒക്കെ സമ്പർക്കം അവരുടെയൊക്കെ ജീവിതത്തെ ഭഗവാനിലേക്ക് വളരെയധികം അടുപ്പിച്ചു എന്ന് നമുക്ക് ബോധ്യമാകും. അപ്പൊ അവരുടെയൊക്കെ തനിസ്വരൂപം അറിഞ്ഞുകൊണ്ടാണ് അവർ പെരുമാറിയത്. കംസനറിയാം താൻ ആരാണെന്നറിയാം, പൂതനയ്ക്കറിയാം താൻ ആരാണെന്നറിയാം, യശോദയ്ക്ക് തന്റെ ദൗർബല്യങ്ങൾ അറിയാം, വസുദേവർക്ക് എന്താണ് ഇതിന്റെ ഉൾക്കളി എന്നറിയാം. എല്ലാവരും സ്വയം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവരുടെ ജീവിത കൃത്യങ്ങൾ നിർവഹിച്ചത്. ഇതുപോലെ നാം നമ്മെക്കുറിച്ച് തിരിച്ചറിയുകയും എന്നിട്ട് വേറൊരു തരത്തിൽ അഭിനയിക്കുകയും ചെയ്താൽ പിന്നെ എങ്ങനെയാണ് കൃഷ്ണൻ നമുക്ക് പ്രാപ്തനാകുക? എങ്ങനെയാണ് കൃഷ്ണ സായുജ്യം നമുക്കുണ്ടാകുക? അപ്പൊ ഇത്തരത്തിലൊരു ഇരട്ട മുഖം ഒരു സാധകനെ സംബന്ധിച്ച് വിജയത്തിലേക്ക് എത്തിക്കില്ല, മാത്രമല്ല പരാജയത്തിലേക്കും നിരാശയിലേക്കും അതുപോലെ കുറ്റബോധത്തിലേക്കും പശ്ചാത്തലത്തിലേക്കുമാണ് എത്തിക്കുക. അതുകൊണ്ട് ഈ ശ്രീമദ് ഭാഗവതത്തിലെ 10ാമത്തെ സ്കന്ധത്തിന്റെ ആരംഭത്തിൽ തന്നെ നമ്മൾ തീർത്ഥയാത്രയിലേക്ക് പോകുമ്പോൾ തന്നെ ഇത്തരമൊരു മനോഭാവമോ ഇത്തരമൊരു വീക്ഷണമോ സ്വീകരിക്കുന്നില്ല എങ്കിൽ എന്നും 5ാം ക്ലാസ്സിൽ പഠിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ 6-ലെത്താനാണെന്ന് പറയും. പക്ഷെ എന്നും 5ാം ക്ലാസ്സിൽ തന്നെയായിരിക്കും. 5ാം ക്ലാസ്സിലെ പാഠങ്ങൾ വേണ്ടതുപോലെ പഠിച്ചില്ല എങ്കിൽ എന്നും 5ാം ക്ലാസ്സിലെ ബെഞ്ചിലിരിക്കേണ്ടി വരും. 5ാം ക്ലാസ്സിലെ പാഠങ്ങൾ എന്തിനു പഠിക്കണോ? ഇനി ഒരിക്കലും 5ാം ക്ലാസ്സിലെ പാഠങ്ങൾ പഠിക്കാതിരിക്കാൻ വേണ്ടി പഠിക്കുന്നു. അതുകൊണ്ട് ഇതൊക്കെ വേണ്ട മാതിരി നിർവഹിക്കാൻ സാധിച്ചാൽ അതിനുവേണ്ട പിൻബലവും ആവേശവും ഊർജ്ജസ്വലതയും സ്വീകരിക്കാനുള്ള പൊതു സമ്മേളനങ്ങളായി അല്ലെങ്കിൽ സംഗമങ്ങളായി ഇത്തരം മഹത്തായ ശ്രേഷ്ഠമായ പദ്ധതികളെ കാണുന്നില്ല എങ്കിൽ നാം പോകുന്നത് അധ്യാത്മമായ അന്ധതയിലേക്കാണ്, പലപ്പോഴും അനുകരണത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ധർമ്മം എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായി അത് വ്യക്തിയും കുടുംബവുമായി, വ്യക്തിയും സമൂഹവുമായി, വ്യക്തിയും രാഷ്ട്രവുമായി, വ്യക്തിയും വിശ്വവുമായുള്ള ധാർമ്മിക സമ്പർക്കത്തെ, ധാർമ്മിക ബന്ധത്തെക്കുറിച്ച് വളരെ ഭംഗിയായി മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാലേ നമുക്ക് സാധകൻ എന്ന നിലയ്ക്ക് വിജയിക്കാൻ സാധിക്കൂ. ഇല്ലെങ്കിൽ നമ്മൾ എന്നും ഈ കുറ്റിയിൽ കെട്ടിയിടുന്ന പശുക്കളെ പോലെ ഇങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടേയിരിക്കും. ഒരു വ്യക്തി എന്ന നിലയ്ക്ക് കുടുംബത്തിലിരിക്കുമ്പോൾ പെരുമാറേണ്ട രീതി, ശീലങ്ങൾ, സഹിക്കേണ്ടത്, ത്യാഗം, ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞ് ഒരു സമൂഹത്തിലേക്ക് നാം വളരുമ്പോൾ, വിട്ട് ഒരു രാഷ്ട്രത്തിന്റെ ഒരു ഭാഗമായി തീരുമ്പോൾ
വിശ്വത്തിന്റെ ഒരംശമോ ഘടകമോ ആയി മാറുമ്പോൾ നമ്മിൽ എത്രത്തോളം ഉൾവളർച്ചയുണ്ടാകണം. വിപരീത സാഹചര്യങ്ങളെയും നാം ഇഷ്ടപ്പെടാത്ത സന്ദർഭങ്ങളെയും സ്വീകരിക്കേണ്ടി വരുമ്പോൾ നാം നമ്മെ തന്നെ സ്വയം മാറ്റുരയ്ക്കുകയാണ്. ഒരു നദിയുടെ ആരംഭത്തിൽ കിടക്കുന്ന ഒരു ശിലാഖണ്ഡത്തിന് വ്യക്തമായ ഒരു പുറം ഘടനയില്ലാത്തപ്പോൾ എല്ലാ എതിർപ്പുകളിലും അത് തട്ടി നിൽക്കും. ചെറിയൊരു എതിർപ്പുണ്ടായാലും അതവിടെ ഉറച്ചു നിൽക്കുന്നത് കാണാം. അതിശക്തമായ പ്രവാഹത്തിൽ പെടുമ്പോൾ ആ കല്ല് എപ്രകാരമാണോ കുറേ കാലം സഞ്ചരിച്ച് ഏത് ഒഴുക്കനും അനുയോജ്യമായ രീതിയിൽ ഒഴുകാൻ അത് സ്വയം പ്രാപ്തമാകുന്നത്, അതുപോലെ ഈ ജീവിതയാത്രയിൽ നിന്ന് ലഭിക്കുന്ന പല ആശയങ്ങളും പല പ്രതികൂല സന്ദർഭങ്ങളും സിദ്ധാന്തങ്ങളും ദർശനങ്ങളും തത്വചിന്താ പദ്ധതികളും നമ്മെ ഓരോരുത്തരെയും വേണ്ടതുപോലെ പാകപ്പെടുത്താനുണ്ട്. അങ്ങനെ പാകപ്പെട്ടു എങ്കിൽ മാത്രമേ മുൻപറഞ്ഞ അധ്യാത്മമായ ഉണർവ് നമ്മൾ തനിയെ സംഭവിക്കും. അപ്പോൾ കൃഷ്ണനും വ്യക്തിയുമായുള്ള ബന്ധത്തിന്റെ അകലം കുറയുകയും അത് ഏകീഭവിക്കുകയും ചെയ്യുന്നു. അത് ഭാഗവതത്തിന്റെയോ പുരാണത്തിന്റെയോ ഭാഷയിൽ ഈശ്വര സാക്ഷാത്കാരമെന്നോ ഈശ്വര ദർശനമെന്നോ നമുക്ക് പറയാം. അപ്പൊ ഇങ്ങനെ സ്വയം അറിയാൻ, സ്വയം അതിനെ ബോധ്യപ്പെടാൻ നാം തയ്യാറാകേണ്ടതുണ്ട്. അതിന് ഓരോരുത്തരുടെയും ജീവിത പശ്ചാത്തലം, ഗൃഹമാണെങ്കിൽ അത്, ആശ്രമമാണെങ്കിൽ അത്, ഏതാണോ പ്രവർത്തന മണ്ഡലം, അതിന് അനുയോജ്യമായ ഒരു സജ്ജീകരണം നാം വരുത്താത്തിടത്തോളം കാലം മേൽ പറഞ്ഞതുപോലെ എന്നും കുറ്റിയിൽ കെട്ടിയിട്ടുന്ന കയറ് പോലെ പശു പോലെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. ഇവിടെ അതൊക്കെ കാണിക്കുന്നുണ്ട്. കാമയേഷ ക്രോധേഷ എന്നൊക്കെ പറഞ്ഞു വെച്ചതുപോലെ അതുപോലെ നമ്മൾ നിരീക്ഷിച്ചാൽ നമ്മിൽ കാണാം. പലതും നമ്മിലില്ല, ഇനിയൊന്നും എനിക്കത് ബാധകമല്ല, ഒരിക്കലും ശല്യപ്പെടുത്തില്ല എന്നൊക്കെ വിചാരിച്ചാലും ഒരു സന്ദർഭം വരുമ്പോൾ നാം അറിയാതെ തന്നെ നമ്മെ അത് അടക്കി ഭരിക്കണത് കാണാം. വളരെ വ്യക്തമായി അറിയാം, സ്വയം പരിശോധിച്ചാൽ അറിയാം. എന്നിട്ട് നാം അത്തരം ദൗർബല്യങ്ങളെ അല്ലെങ്കിൽ അതുണ്ടാക്കുന്ന പ്രയാസങ്ങളെ മറ്റു പലരിലും നമ്മൾ ആരോപിക്കും. അവൻ വന്നതുകൊണ്ടാണ്, അവൾ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇത് ഇന്ന മാതിരി ആയതുകൊണ്ടാണ്, അത് അപ്രകാരം, ഇന്ന് പലതിലും ആരോപിക്കുമെന്നല്ലാതെ നാം ഒരിക്കലും നമ്മുടെ പ്രയാസങ്ങളുടെ കാരണം കണ്ടെത്താനോ അത് പരിഹരിക്കാനോ തയ്യാറാകുന്നില്ല. അത്തരമൊരു തയ്യാർ ഉണ്ടായാൽ തന്നെ വളരെ വിജയമുണ്ട്. പക്ഷെ അതിന് സന്നദ്ധല്ല, അതിന് സഹായിക്കാത്തത് എന്താ, അതിന് നമ്മെ തടസ്സം നിൽക്കുന്നത് എന്താ? പച്ചഭാഷയിൽ പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു ഈഗോ, അത് തന്നെയാണ് ദുരഭിമാനം. ആ ദുരഭിമാനമാണ് കംസൻ. അപ്പൊ ഏതോ രാജ്യത്ത് ജീവിച്ചിരുന്ന ഭരണാധികാരിയായ ഒരു കംസൻ എന്നപ്പുറത്തേക്ക് നമ്മുടെ അധ്യാത്മ വളർച്ചയ്ക്ക് നമ്മിൽ തന്നെ പ്രതികൂല സാഹചര്യം സൃഷ്ടിക്കുന്ന പ്രകൃതിജന്യമായ ഗുണങ്ങളുടെ ഒരു ചിത്രീകരണം അല്ലെങ്കിൽ ഒരു ഭാഗം, ഒരു ഘടകം മാത്രമാണിതെന്ന് ധരിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ അതിനെ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഈ വളർച്ച അല്ലെങ്കിൽ വികാസം സംഭവിക്കാൻ നമ്മുടെ നിത്യജീവിതം അതിനനുയോജ്യമായ രീതിയിൽ ക്രമീകരിക്കേണ്ടതുണ്ട്. ആഹാരത്തിലും പെരുമാറ്റത്തിലും സംഭാഷണത്തിലും വീക്ഷണത്തിലും ഒക്കെ തനതായ ശാസ്ത്രീയവും ധർമ്മബദ്ധവുമായ നിഷ്ഠകൾ പുലർത്താത്തിടത്തോളം കാലം ഇതിൽ വിജയിക്കാൻ പറ്റുമെന്ന് ആരും ധരിക്കേണ്ട. യാതൊരു സംശയവും ആ കാര്യത്തിൽ വേണ്ട. ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ് നമുക്കിന് മൂടുപടം ഉണ്ടാകും. ഇന്ന ആചാര്യന്റെ ശിഷ്യനാണെന്നോ ഇന്ന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകനാണെന്നോ ഇത്ര വലിയ പാരമ്പര്യമുണ്ടെന്നോ എന്നൊക്കെ നമുക്ക് മേനി നടിച്ച് നടക്കാം. അതല്ലാതെ ഇത് നമ്മെ തൃപ്തമാക്കാനോ സാഫല്യത്തിലേക്ക് നയിക്കാനോ അവയൊന്നും സഹായിക്കണതല്ല. അവനവന്റെ ആന്തരിക ദൗർബല്യങ്ങളെ തിരിച്ചറിയാനുള്ള ഒരു ശ്രമം നാം എന്ന് ആരംഭിക്കണുണ്ടോ അവിടെയാണ് യഥാർത്ഥത്തിൽ അധ്യാത്മജീവിതം ആരംഭിക്കുന്നതും അത് വിജയിക്കുന്നതും. അത്തരത്തിലുള്ള ഒരു സമീപനം ശ്രീമദ് ഭാഗവതവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതത്തിൽ പുലർത്താനുള്ള അതിശക്തമായ നിർദ്ദേശങ്ങളും സൂചനകളുമാണ് പ്രവക്തൃപീഠത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ശ്രോതാവെന്ന നിലയിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ യാഥാർത്ഥ്യമാണെന്ന് ആ സമയത്തേക്ക് തോന്നുമെങ്കിലും അത് ധരിക്കാത്തിടത്തോളം കാലം, അത് നമ്മുടെ ഉള്ളിൽ നിലനിൽക്കാത്തിടത്തോളം കാലം ഇതിവിടം കൊണ്ട് അവസാനിക്കും. അപ്പോൾ ജീവിതത്തിൽ ഉടനീളം മുൻപോട്ട് നമ്മെ നയിക്കുന്ന രീതിയിൽ അവയെ പാകപ്പെടുത്താൻ ശ്രവണം കൊണ്ടോ മനനം കൊണ്ടോ നിധിധ്യാസനം കൊണ്ടോ അത് സ്വായത്തമാക്കാൻ ശ്രമിക്കേണ്ടത് വളരെ അത്യാവശ്യമായ വസ്തുതയാണ്. അപ്പൊ അങ്ങനെ ഈ വേദാന്ത തത്വചിന്തകൾ വളരെ ബലമേറി കഴിയുമ്പോൾ, അത് വളരെ ആയാസമായി തീരുമ്പോൾ അതിനെ കുറച്ചുകൂടി ആയാസരഹിതമാക്കുന്നതിന് നമ്മുടെ മുമ്പിലുള്ള ജീവിതത്തെ തപോനുഷ്ഠാനങ്ങളിൽ കൂടി അല്ലെങ്കിൽ തീർത്ഥയാത്രകളിൽ കൂടി ഭക്തസമ്പർക്കങ്ങളിൽ കൂടി സഞ്ചാരങ്ങളിൽ കൂടി പോഷിപ്പിക്കേണ്ടതുണ്ട്. തീർത്ഥയാത്ര എന്ന് പറയുമ്പോൾ ഇന്ന് ധാരാളം തീർത്ഥയാത്രകൾ നടക്കുന്നുണ്ടല്ലോ. ഇഷ്ടംപോലെ തീർത്ഥയാത്രകൾ എന്ന് എല്ലാവർക്കും സുലഭമാണ്. ഹിമാലയത്തിലെ എല്ലാ പ്രദേശങ്ങളും തപോധാമങ്ങളും തീർത്ഥസങ്കേതങ്ങളും ഒക്കെ ഇന്ന് തീർത്ഥയാത്രയ്ക്ക് നമുക്ക് സുലഭമായി കിട്ടിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ നാം അവിടെ തീർത്ഥയാത്രയ്ക്ക് പോകുന്നത് മേൽ പറഞ്ഞതുപോലെ വേണ്ടത്ര പാകതയോടുകൂടിയാണോ എന്ന് ചിന്തിച്ചു നോക്കുക. ചെറിയ ഉദാഹരണം നമുക്കറിയാം. പഴനിയിൽ പോകും തീർത്ഥയാത്രയ്ക്ക്, ദേവസന്നിധിയിൽ ഒരു യാത്ര, പോയിട്ട് വരുന്ന ബസ് നോക്കിയാൽ അറിയാം എന്താ തീർത്ഥയാത്രയുടെ ഉദ്ദേശം എന്നപ്പോൾ ബോധ്യം. ഗുരുവായൂരിലുള്ള അടക്കമുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ ഒരു പർച്ചേസ് അല്ലെങ്കിൽ കുറേ സാധന സാമഗ്രികൾ വാങ്ങാനുള്ള ഒരു യാത്ര എന്നതിനപ്പുറത്തേക്ക്
തീർത്ഥയാത്ര അന്വർത്ഥമാകണില്ല. നമ്മുടെ പെരുമാറ്റം കൊണ്ടോ അല്ലെങ്കിൽ ഇടപഴകൽ കൊണ്ടോ അവിടെയുള്ള പരിതസ്ഥിതിക്കോ അന്തരീക്ഷത്തിനോ അല്പം പോലും ഭംഗമുണ്ടാകാൻ പാടില്ല എന്ന വീണ്ടുവിചാരത്തോടും വീക്ഷണത്തോടും കൂടി പെരുമാറിയെങ്കിൽ മാത്രമേ അത് തീർത്ഥയാത്രയാകൂ. അപ്പം നമ്മിൽ തന്നെ വേണ്ടത്ര ഒരു അടക്കം, ഒരു ഒതുക്കം, ഒരു നിഷ്ഠ, ഒരു ചിട്ടയൊക്കെ ഉണ്ടാകും. പണ്ട് മഹർഷിവര്യന്മാർ ഈ നാഗരിക ഗ്രാമീണ ജീവിതത്തിൽ നമുക്ക് വിട്ട് ഗുഹകളിലേക്കോ പർവ്വത പ്രാന്തങ്ങളിലേക്കോ വൻ വൃക്ഷങ്ങളിലോ ചുവട്ടിലേക്കോ പോയപ്പോൾ അത് വലിയ എന്തോ സംഭവമാണെന്ന് കരുതിയാണ് ഇപ്പോൾ പോണത്. അവിടെ പോയാൽ ആത്മലാഭം ഉണ്ടാകുമെന്ന് വിചാരിച്ചാൽ പോണത്. പോകുന്നവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി പറയല്ല. ഹിമാലയത്തിലെ ഗഹുരങ്ങളോ അല്ലെങ്കിൽ ഉന്നത ശൃംഗങ്ങളോ ദർശിച്ചത് കൊണ്ട് മാത്രം മേൽപ്പറഞ്ഞ നമ്മുടെ ഉൾതലം വേണ്ടത്ര സംശുദ്ധമാകാൻ പോകണില്ല. അവിടെയൊക്കെ നമ്മെ നയിക്കണത് ഞാൻ 10 വർഷം പോയി, 20 വർഷം പോയി, 30 വർഷം പോയി, 40ാമത്തെ വർഷമാണ് പോകാൻ പോണത് എന്നൊക്കെ പറഞ്ഞ് അഭിമാനിച്ച് ദുരഭിമാനിച്ച് നടക്കാമെന്നല്ലാതെ കംസൻ വീണ്ടും വീണ്ടും നമ്മിൽ ദുർഭരണം ശക്തമായി നടത്തിക്കൊണ്ടിരിക്കണം. അപ്പൊ നമ്മൾ പുറത്തേക്ക് കംസനെ എതിർക്കാനോ നശിപ്പിക്കാനോ വേണ്ടി ശ്രമം നടത്തുമ്പോൾ അതിശക്തമായി കംസൻ നമ്മുടെ ഉള്ളിൽ ബലം പ്രാപിച്ചുകൊണ്ടേയിരിക്കണം. അപ്പൊ അത്തരം ഒരു കാഴ്ചപ്പാട് നമ്മിൽ ഉണ്ടാകാതെ എടുത്തോളം കാലം 5ാം ക്ലാസ്സിലെ പാഠങ്ങൾ വേണ്ട മാതിരിയാകണില്ല. അതുകൊണ്ട് തന്നെ 5ാം ക്ലാസ്സിൽ വീണ്ടും തീർത്ഥയാത്രയും വീണ്ടും ഈ ഓട്ടവും പാച്ചിലുമായിട്ട് കഴിയേണ്ടി വരുന്നു. അപ്പം അതുകൊണ്ട് ശ്രീമദ് ഭാഗവതത്തിൽ കൂടി നമുക്ക് ലഭിക്കുന്ന, വീണ്ടും ആവർത്തിക്കാം, സന്ദേശങ്ങൾ ഓരോരുത്തരുടെയും വ്യക്തിജീവിതത്തെ പുഷ്ടിപ്പെടുത്തുന്നതോടൊപ്പം അതുകൊണ്ട് സമാജത്തിനും രാഷ്ട്രത്തിനും ലോകത്തിനും ഉണ്ടാകേണ്ട നന്മകളും ഇവിടെ പ്രത്യേകം പരിഗണിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് 5000 വർഷത്തിനപ്പുറം ജീവിച്ചിരുന്ന കൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിപ്രഭാവത്തെ ഇന്നും നാം സ്വീകരിക്കുന്നത്, കൃഷ്ണനെ ആരാധിക്കുന്നത്, അദ്ദേഹത്തിന്റെ ആശയങ്ങളോ നിർദ്ദേശങ്ങളോ നാം പിന്തുടരുന്നത്, ഭാരതത്തിന്റെ അധ്യാത്മ സംസ്കാരത്തിന്റെ മൂർത്തിമത് ഭാവമായി കൃഷ്ണനെ ഇന്ന് നാം ഉയർത്തിപ്പിടിക്കുന്നത്. അപ്പം അതുകൊണ്ട് കൃഷ്ണൻ എന്ന് പറയുന്നത് കേവലം ഒരു വ്യക്തി മാത്രമായി കാണാതെ, ഒരു ആരാധനാമൂർത്തിയായി കാണാതെ, ഒരു മിഥ്യാപുരുഷനായി കാണാതെ, കൃഷ്ണൻ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലെ സ്വവ്യക്തിത്വമാണ്, സ്വബോധമാണ് എന്ന് തിരിച്ചറിയാൻ നാം ശ്രമിക്കുക. അതിനുവേണ്ടിയുള്ള ശീലങ്ങളിലും ഉപാസനാ പദ്ധതികളിലും യാത്രകളും നിരന്തരമായി അത് തുടരട്ടെ. എത്രത്തോളം വിജയിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ അത്രത്തോളം വിജയം സമൂഹത്തിനും രാഷ്ട്രത്തിനും ഒക്കെ ഗുണകരമായി തീരാൻ ജഗദീശ്വരനും ഗുരുപരമ്പരയും നമ്മെ പിന്തുണയ്ക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. ഇതിനുശേഷം സംപൂജ്യ സ്വാമി ഭൂമാനന്ദ തീർത്ഥജി മഹാരാജ് ഈ വിഷ്ണു സഹസ്രനാമ ജപത്തിന്റെ ഒരു പരിശീലനത്തിന്റെ അവസാന ഘട്ടം, ജപപരിശീലനത്തിന്റെ അവസാന ഘട്ടം ഇന്ന് നടത്തും. എന്നോടത് പ്രത്യേകം പറയാൻ ആവശ്യപ്പെട്ടത് കൊണ്ടാണ് ഇവിടെ ഇരുന്നത് പറയണത്. ഇന്നലെ 2 ദിവസവും സ്വാമിജിത് പ്രത്യേകം എന്നെ വിളിച്ചു പറഞ്ഞു, ഞാൻ വരുന്നതിന് മുമ്പ് എന്തുകൊണ്ടത് പറയണില്ല. ഞാനവിടെ വേദിയിൽ വരുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് പോകുന്ന ഒരു ശൂന്യ സദസ്സാണ് കാണുന്നത്. അതുണ്ടാകരുത്. അതുകൊണ്ട് അത് നേരത്തെ തന്നെ അറിയിക്കണം. എല്ലാവരും അവിടെ അച്ചടക്കത്തോടു കൂടി ഇരിക്കണം. ഈ പറയുന്ന ശ്ലോകങ്ങൾ അവർ കേട്ട് ഒരേപോലെ സത്രശാലയിൽ ഉച്ചരിക്കണം. അതിൻ്റെ ഒരു സമാപനം എല്ലാവരുടെയും ഒരു പൂർണ്ണമായ ഒരു സംയോഗത്തിൽ നടക്കാൻ സ്വാമിജി വളരെയധികം നിർബന്ധിക്കുന്നുണ്ട്. ആ കാര്യം കൂടി ഞാൻ നിങ്ങളെ അറിയിക്കണു. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. ശ്രീമദ് ഭാഗവതത്തിലെ സന്ദേശങ്ങളും ഭാഗവതത്തിന്റെ സാരാംശങ്ങളും വിലപ്പെട്ട ഒരു ധനമായി നിങ്ങളെല്ലാവരുടെയും ജീവിതത്തിൽ പ്രതിഫലിക്കട്ടെ. തലമുറകളിലേക്ക് അത് വഴിഞ്ഞൊഴുകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ.